ഏയ് ഹലോ, ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്റെ മുഖത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ചോദ്യം കേട്ട് മുകുന്ദൊന്ന് പതറി. മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളായി തന്റെ കണ്ണ് അവളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നോ? മുകുന്ദനത് വിശ്വസിക്കാനായില്ല. ചേട്ടോയ്, ഒന്നങ്ങോട്ട് മാറിയിരുന്നേ. പെൺകുട്ടി അസ്വസ്ഥയായി. സോറി, ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞ് മുകുന്ദ് പെട്ടെന്ന് തന്നെ ആ വലിയ ഹാളിലേക്കുള്ള ഗ്ലാസ് ഡോറിന് മുന്നിൽ നിന്ന് മാറി നിന്നു. എന്നാൽ അവൻ പറഞ്ഞത് കേട്ട ഭാവം പോലും നടിക്കാതെ ആ പെൺകുട്ടി അകത്ത് കയറി. നാശം വരണ്ടായിരുന്നു. ഈ അമ്മയുടെ ഒരു കാര്യം, ഈ എഴുത്തുകാർക്കും ബുദ്ധിജീവികൾക്കും ഇടയിൽ പെട്ടിട്ട് ശ്വാസം മുട്ടുന്നു. അതും പോരാഞ്ഞിട്ടിപ്പ ഇതും. പുറത്ത് ആർത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കി മുകുന്ദ് നീരസത്തോടെ നിന്നു. കൊച്ചിയിലെ 5 സ്റ്റാർ ഹോട്ടലിന്റെ ലോഞ്ചിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനിലായിരുന്നു അവൻ. തൊട്ടടുത്തുള്ള കോൺഫറൻസ് ഹാളിൽ എഴുത്തുകാരുടെ ഒത്തുചേരൽ. മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുമെന്നല്ലാതെ ഒരു മാഗസീൻ പോലും കൈകൊണ്ടു മറിച്ചു നോക്കാൻ മുകുന്ദ് ഇന്നേവരെ താൽപര്യപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള തന്നെ ഈ എഴുത്തുകാരുടെ ഇടയിലേക്ക് അമ്മ വിട്ടിരിക്കുന്നു, അതും പെണ്ണ് കാണാൻ. വില കൂടിയ ലിനൻ, കോട്ടൺ, സിൽക്ക് വസ്ത്രങ്ങളിൽ എഴുത്തുകാരുടെ ഈഗോയും പത്രാസുമായി നിൽക്കുന്നവർ. അവരുടെ ഇടയിൽ 2 മിനിറ്റിൽ കൂടുതൽ നിൽക്കാൻ മുകുന്ദിനായില്ല. വല്ലാത്ത ശ്വാസമുട്ടൽ തോന്നി പുറത്തു ചാടിയപ്പോഴാണ് ലോഞ്ചിലേക്ക് ഓടിക്കിതച്ചൊരു പെൺകുട്ടി വരുന്നത് കണ്ടത്. ചെറിയ ചുരുളിച്ചയുള്ള മുടി അലസമായി അഴിച്ചിട്ട് കറുത്ത സാരിയും ചുറ്റി അവൾ ഓട്ടോയിൽ നിന്ന് മഴയത്തേക്കിറങ്ങിയപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് നോക്കിയതാണ്. പക്ഷേ എന്തോ ഒന്ന്, തന്നെ പിടിച്ചു നിർത്താൻ പോന്ന എന്തോ ഒന്ന് ആ മുഖത്തുണ്ടായിരുന്നു. ആലോചിക്കുന്തോറും മുകുന്ദന് അത്ഭുതം തോന്നി. കുഞ്ഞുനാൾ മുതലേ ടൈം ടേബിൾ അനുസരിച്ചുള്ള ഹൈലി ഡിസിപ്ലിൻഡ് ലൈഫ്. എല്ലാ ക്ലാസ്സിലും മുന്തിയ മാർക്ക് വാങ്ങി മെഡിസിൻ പഠനത്തിന് ചേരുന്നതുവരെ ഫ്രണ്ട്സ് എന്ന് പറയാൻ പോലും കാര്യമായി ആരും ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജിലെ ജീവിതത്തിനിടയിൽ കൂട്ടുകാരുണ്ടായി. പക്ഷെ അപ്പോഴും ഇപ്പോൾ രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന ന്യൂറോ സർജനായി മാറിയതിനിടയിലും പലപ്പോഴും പല പെൺകുട്ടികളും താൽപര്യത്തോടെ മുകുന്ദനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ 30 വയസ്സിനിടെ ആരോടും, ഒരാളോട് പോലും പ്രണയമോ കാമമോ ഒന്നും തോന്നിയിട്ടില്ല. സൗഹൃദത്തോടെ സംസാരിക്കുമെന്നല്ലാതെ ഒരു പെൺകുട്ടിയോടും ആകർഷണം തോന്നിയിട്ടില്ല. പക്ഷേ ഇതിപ്പോ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ആലോചനകളിൽ മുഴുകി നിൽക്കുമ്പോൾ മുകുന്ദിന്റെ ഫോൺ ശബ്ദിച്ചു. മോനെ, അവളെ കണ്ടോ? അമ്മയുടെ മെസ്സേജ്. മുകുന്ദ് തല കുടഞ്ഞു. അതിന് റിപ്ലൈ അയക്കാതെ അവൻ ഫോൺ പോക്കറ്റിലേക്ക് തിരികെ ഇട്ടു. ഒരു 100,000 പേരുണ്ട്. ഇതിൽ നിന്ന് ശാലിനി എങ്ങനെ തിരഞ്ഞു പിടിക്കും? ഈ മീറ്റിംഗ് വേറെ എവിടെയെങ്കിലും ഫിക്സ് ചെയ്താൽ പോരായിരുന്നോ? മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് മുകുന്ദ് ഹാളിനകത്തേക്ക് കയറി. അവന്റെ കണ്ണ് സ്റ്റേജിലുടക്കി. ആ മുഖം, കുട്ടികളുടേതുപോലെ നിഷ്കളങ്കമായ കണ്ണുകൾ, നേർത്ത് ചുവന്ന ചുണ്ടുകൾ, ചുരുളൻ മുടി, വജ്രത്തിളക്കമുള്ള ചിരി. പോഡിയത്തിൽ നിന്ന് അവൾ സംസാരിക്കുകയാണ്. ഞാൻ എഴുതുന്നതൊന്നും പലർക്കും പിടിക്കില്ല. അതിലെനിക്ക് ബുദ്ധിമുട്ടുമില്ല. മനുഷ്യന് സ്വതന്ത്രമായി ശ്വാസമെടുക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ എഴുതുന്ന കഥകളിലും അങ്ങനെയുള്ളത് വരും. അതൊക്കെ പലരെയും അസ്വസ്ഥതപ്പെടുത്തും. എന്നുവെച്ച് ഞാൻ പറച്ചിൽ നിർത്തുകയൊന്നുമില്ല. സൗകര്യമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വായിച്ചാൽ മതി. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന പലരെയും പോലെ എഴുത്തുകാരിയാണെന്ന് ഭാവിച്ച് ഡ്രസ് ചെയ്യാനോ, ജാട കാണിക്കാനോ, നടക്കാനോ, എലീറ്റായി മാത്രം പെരുമാറാനോ ഒന്നും എനിക്ക് പറ്റില്ല. അതിപ്പോ ആർക്ക് പ്രശ്നം തോന്നിയാലും. തലതെറിച്ചവൾ, നിഷേധി എന്നൊക്കെയാണല്ലോ എന്നെക്കുറിച്ചുള്ള പറച്ചിൽ. സാധാരണ ഇത്തരം പരിപാടികൾക്കൊന്നും എന്നെ വിളിക്കാറുമില്ല. എന്തായാലും വിളിച്ചതിൽ സന്തോഷം, നന്ദി. മഞ്ജരി പറഞ്ഞ് അവസാനിപ്പിച്ചതും സദസ്സിൽ നിന്നും വേദിയിൽ നിന്നും കൈതട്ടലുകൾ ഉയർന്നെങ്കിലും കൂട്ടത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ മുറുമുറുപ്പുകളായി ഉയർന്നു. എന്നാൽ മഞ്ജരിയുടെ ശ്രദ്ധ മറ്റൊരിടത്തേക്കായിരുന്നു. ഹാളിന്റെ ഏറ്റവും പുറകിൽ കണ്ണെടുക്കാതെ തന്നെ നോക്കി നിൽക്കുന്ന യുവാവിലേക്ക്. സംസാരത്തിനിടെ ഇടയ്ക്ക് അവരുടെ കണ്ണുകൾ പരസ്പരം കോർത്തു. എന്തോ ഒരു സ്പാർക്ക്. മഞ്ജരിക്കും അത് പുതിയ അനുഭവമായിരുന്നു. എന്നാൽ പരമാവധി അത് അവഗണിച്ചുകൊണ്ട് അവൾ ആ കൂട്ടായ്മയിൽ ചേർന്നു. പരിപാടി അവസാനിച്ചതും എല്ലാവരും മദ്യവും ഭക്ഷണവുമായി ഓരോരോ കൂട്ടങ്ങളായി ഹാളിന്റെ പല ഭാഗങ്ങളിലേക്ക് മാറി.
അപ്പോഴും ഹാളിന്റെ പിന്നിൽ നിൽക്കുകയായിരുന്ന മുകുന്ദന് നേരെ മഞ്ജരി നടന്നു. ഇത് അസുഖാണോ ഡോക്ടറെ? അതോ എന്നെ കാണാൻ കൊള്ളാവുന്നതുകൊണ്ടാണോ? ഇപ്പൊ ന്യൂറോ വിട്ട് പഴയ അനാറ്റമി കാലത്തേക്ക് പോയോ? അയ്യേ, ഞാൻ നിങ്ങളെ നോക്കിയെന്നോ? സാരമില്ല, ഫിക്ഷൻ എഴുത്തിന്റെ പ്രശ്നമാ, ചികിത്സിച്ചാ മാറിക്കോളും. ആഹാ, ഡോക്ടർ കൊള്ളാലോ. ഇമ്മാതിരി നോട്ടം നോക്കിയിട്ട് അതെന്റെ പ്രശ്നമായോ? ഞാൻ ഡോക്ടറാണെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? അറിഞ്ഞൂടായിരുന്നു. ദേ, ആ കവിച്ചേട്ടനോട് ചോദിച്ചതാ ഇതേതാ ഓഡ് വൺ ഔട്ടെന്ന്. ആ, ബൈ ദ വേ, ഐ മഞ്ജരി. മഞ്ജരി വേറൊരാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാ. പക്ഷേ അമ്മ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. എന്തോ ആട്ടെ, സ്വന്തം ജീവിതം അവനവന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ നോക്ക് ഡോക്ടറെ. അപ്പോ എന്ന കാര്യങ്ങൾ നടക്കട്ടെ. സി യു ടിൽ നെക്സ്റ്റ് ടൈം. മഞ്ജരി എഴുന്നേറ്റ് കൈ ഉയർത്തി യാത്ര പറഞ്ഞു പിരിഞ്ഞു. നെക്സ്റ്റ് ടൈം അതും ഉണ്ടാവോ? ഡോക്ടറുടെ പേര് മുകുന്ദ് മേനോൻ. മിസ്റ്റർ മുകുന്ദ് മേനോൻ. എനിക്ക് 2 ടീമുണ്ട്. ഒന്ന് ഫാൻസ്, അവർക്ക് എന്നോട് ഇഷ്ടമായിരിക്കും, കഥകളും പറയും. 2 തെറിവിളി ടീംസ്. ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, എന്നെ കണ്ട കല്ലെറിയും. ഇഫ് യു ഇൻട്രസ്റ്റഡ്, ഏതെങ്കിലും ഒരു ടീമിൽ ചേർന്നോ? എനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ്. ഇനി താല്പര്യമില്ലെങ്കിൽ ബൈ ബൈ. അപ്പോ ഡോക്ടർക്ക് എന്ത് മനസ്സിലായി? ഇനി മേലാൽ ഈ പ്രദേശത്തേക്ക് അടുക്കരുതെന്ന് മനസ്സിലായി. ഓക്കേ, കൂൾ. ബൈ മച്ചാ. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് മഞ്ജരി നടന്നകന്നു. ഇതൊരു തുടക്കമാണോ? ഇനി എങ്ങോട്ടാവും പോക്ക്? ഒരു ചിരിയോടെ നടന്നകലുന്ന മഞ്ജരിയെ നോക്കി മുകുന്തിരുന്നു. മുന്നിൽ ഒരു മെഡിക്കൽ ജേണൽ മലർത്തിവെച്ച് തന്റെ ലക്ഷൂറിയസ് അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ ഇരിക്കുകയാണ് മുകുന്ദ് മേനോൻ. കയ്യിൽ ജേണൽ പിടിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ ശ്രദ്ധ അതിലായിരുന്നില്ല. ദൂരെ രാത്രിയുടെ ഇരുട്ടിൽ മിന്നിത്തിളങ്ങുന്ന കൊച്ചി നഗരം. എങ്ങോട്ടെന്നില്ലാതെ നോക്കിയിരുന്ന് അന്നത്തെ സംഭവങ്ങളെല്ലാം ഓരോന്നോരോന്നായി ഓർത്തെടുത്തു. മുന്നിൽ ഒരാൾ മാത്രം, മഞ്ജരി. ബോൾഡ് ആൻഡ് ബ്യൂട്ടി. ആത്മവിശ്വാസവും
ധൈര്യവും തുളുമ്പുന്ന നടപ്പും എടുപ്പും മുഖവും, നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ, അതിസുന്ദരി. മേക്കപ്പോ അലങ്കാരങ്ങളോ ഒന്നുമില്ല. ആരെയും ആകർഷിക്കുന്ന പ്രകൃതം. അവൾ പറഞ്ഞതത്രയും മുകുന്ദിന്റെ മനസ്സിലേക്ക് ഇരച്ചെത്തി. ഷി വാസ് ഡിഫറെന്റ്. നോ ഫിൽറ്റർ, സ്ട്രെയിറ്റ്, നാട്യമേയില്ല. എടുത്തുചാട്ടവും വീണ്ടു വിചാരമില്ലായ്മയും അവളുടെ കൂടപ്പിറപ്പാണെന്ന് തോന്നുന്നു. യാതൊരു കെട്ടുപാടുമില്ല. ഫ്രീ ബേർഡ്. എങ്ങനെ ഒരാൾക്ക് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നതാവോ? മനസ്സിൽ പറഞ്ഞ് മുകുന്ദൻ ചിരിച്ചു. ിക്കാനും ഒരു മടി. ഫോൺ റിംഗ് മുകുന്ദിനെ ചിന്തകളിൽ നിന്നുണർത്തി. അമ്മ മാധവിയുടെ പതിവുള്ള വീഡിയോ കോൾ. മുകുന്ദ് അത് അറ്റൻഡ് ചെയ്തു. മോനെ, കഴിച്ചോടാ? ഇല്ലമ്മേ, കഴിക്കണം. ഞാൻ ചുമ്മാ വായിച്ചോണ്ടിരിക്കയായിരുന്നു. എന്നാലും നീ ആ കൊച്ചിനെ ഒന്ന് കണ്ടില്ലല്ലോ. 30 ആയേ. ഇനിയും കളിച്ചോണ്ടിരുന്നാ പറ്റില്ല മുകുന്ദേ. സെറ്റിലാവണ്ട ടൈം കഴിഞ്ഞു. ആ കൊച്ചാണെങ്കി നമുക്ക് പറ്റുന്നതുവാ. നീ മനഃപൂർവ്വം കാണാതിരുന്നതാന്ന് എനിക്കറിയാം. നെക്സ്റ്റ് വീക്കെൻഡ് മുത്തച്ഛന്റെ പിറന്നാളിന്റെ അന്ന് രാഘവനും അംബികയും ശാലിനിയും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നീ എല്ലാ തിരക്കും പ്രത്യേകിച്ച് ഫിക്ഷൻ എഴുത്തുകാരോട്. പിന്നെന്താ, തന്നെ കാണാൻ വന്നതാണെന്നോ? ചിലപ്പോ. അല്ലെങ്കിൽ പിന്നെ മറ്റേ കഥകളിലൊക്കെ പറയുന്നത് പോലെ ആയിരിക്കും. നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ യൂണിവേഴ്സ് നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുമെന്ന്. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഡോക്ടറെ. ഈ സിറ്റിയിൽ നമ്മൾ രണ്ടുപേരും താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേ ആയില്ലേ? ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ പെട്ടെന്ന് ഈ കോയിൻസിഡൻസ് എന്താ? എനിക്കറിയില്ല. എനിക്ക് എഴുത്തുകാരുടെ ഭാഷയും മനസ്സിലാവില്ല. ഞാൻ അപ്പുറത്തെ കടയിൽ പോയിട്ട് ചായയോ കോഫിയോ കുടിച്ചോളാം. ആയിക്കോട്ടെ. എന്തായാലും താങ്കളുടെ മഹനീയ സാന്നിധ്യത്തിന് നന്ദി. വീണ്ടും കാണും വരേക്കും വണക്കം. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മുകുന്ദ് തിരിഞ്ഞു.
കഫേയിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ തുടങ്ങുന്നതിനിടയിൽ അവന്റെ ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു. ഫാമിലി ഫംഗ്ഷനെക്കുറിച്ചുള്ള മാധവിയുടെ റിമൈൻഡർ മെസ്സേജാണ്. മുകുന്ദ് ഒരു ദീർഘശ്വാസമെടുത്തു വിട്ടു. വീട്ടുകാരുടെ പ്രതീക്ഷയ്ക്കും തന്റെ ആഗ്രഹത്തിനുമിടയിൽപ്പെട്ട് അയാൾ ഞെരുങ്ങി. ഏത് തിരഞ്ഞെടുക്കണം? മുകുന്ദന് വ്യക്തമായ ഉത്തരമില്ലായിരുന്നു. അപ്പോഴേക്കും മഞ്ജരി അവിടെ നിന്ന് നടന്നകന്നിരുന്നു. അല്ലെങ്കിലും എന്താ എന്റെ ആഗ്രഹം? ഈ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടാണോ അത്? ഹേയ്, ഞാൻ എന്ത് പണിയാ കാണിക്കുന്നത്? എന്തിനിവിടെ നിൽക്കുന്നേ? ഇതൊന്നും നടപടിയാവുന്ന കാര്യമല്ല. വൈരുദ്ധ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചേർച്ചയുള്ള ഒരു കാര്യം പോലുമില്ല. പിന്നെന്തിനാ? പക്ഷേ എനിക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. മുകുന്ദ് സ്വയം ചോദിച്ചു. മഞ്ജരിയുടെ മനസ്സിലും അതേ ചോദ്യങ്ങളായിരുന്നു. പരസ്പര വൈരുദ്ധ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കടമകൾക്കുമെല്ലാം ഇടയിൽ അവർക്കുപോലും നിർവചിക്കാനാവാത്ത ഒരു കണക്ഷൻ ഇരുവർക്കുമിടയിൽ രൂപപ്പെട്ടിരുന്നു. പറയാനാവാത്ത ആഗ്രഹങ്ങൾ ചിലപ്പോൾ ഹൃദയങ്ങൾ തമ്മിൽ മന്ത്രിക്കുമല്ലോ. പക്ഷേ അവരെങ്ങനെ ഇനി കണ്ടുമുട്ടും? ഞായറാഴ്ച കൂത്താട്ടുകുടത്തുള്ള തറവാടിലേക്ക് പോകുന്ന ആ സമയത്താണ് ഡോക്ടർ താര മുകുന്ദിന്റെ ക്യാബിനിലേക്ക് കയറി വരുന്നത്. എന്തൊക്കെയാ ചങ്ങായി, മുഖം ഇപ്പൊ വലിഞ്ഞു പൊട്ടുമല്ലോ. ഒന്ന് ഈസി ആവ് ബ്രോ. ഞാൻ എന്തായാലും അവൾ ഒന്നുകൂടെ കാണാൻ തീരുമാനിച്ചു. മുകുന്ദിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഡോക്ടർ താരയും ഭർത്താവ് അർജുനും. അമ്മയ്ക്കും മഞ്ജരിക്കും ഇടയിൽപ്പെട്ടുള്ള തന്റെ ഉള്ളിലെ സ്ട്രഗിൾസ് എല്ലാം താരയോട് മുകുന്ദ് പറഞ്ഞിരുന്നു. ആഹാ, ആ വഴിക്ക് പോവണ്ടെന്നൊക്കെ വച്ചിട്ട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് കുടുങ്ങിയതാണെന്ന്. വേണോ വേണ്ടോ എന്ന കൺഫ്യൂഷൻ വന്നാ തന്നെ മുറ്റത്ത് ഗ്രാവൽ വിരിച്ച ഒരു കുഞ്ഞു സുന്ദരമായ വീടിന്റെ മുന്നിൽ ചെന്ന് കാർ നിന്നു. മുകുന്ദ് കാർ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടർ മെൽവിന്റെ വോയിസ് നോട്ട് വന്നു. ഇന്ന് നൈറ്റിൽ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ കൺസൾട്ടേഷനിലാണെന്ന് എല്ലാവരോടും ഇൻഫോം ചെയ്തിട്ടുണ്ട്. കൺസൾട്ടേഷൻ എന്ന് കേട്ടപ്പോൾ മുകുന്ദിന് ചിരി വന്നു. മഞ്ജരി പേഷ്യന്റ് അല്ല,
അവർക്ക് അങ്ങോട്ടൊന്നും പ്രിസ്ക്രൈബ് ചെയ്യാൻ വന്നതുമല്ല. വേണ്ടത് തനിക്കാണ് പലതിനുമുള്ള ഉത്തരങ്ങൾ. മുകുന്ദ് കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്താൻ തുടങ്ങുമ്പോഴേക്കും മഞ്ജരി വാതിൽ തുറന്ന് പുറത്തെത്തിയിരുന്നു. കോട്ടൺ ടോപ്പും സ്കേർട്ടും ധരിച്ച് വളരെ കാഷ്വൽ ലുക്കിൽ നിൽക്കുന്ന മഞ്ജരിയെ നോക്കി മുകുന്ദ് പുഞ്ചിരിച്ചു. പെട്ടെന്നെത്തിയല്ലോ, സത്യത്തിൽ വരൂന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. എനിക്കും. ഇരുവരും അകത്തേക്ക് കയറി. ഭംഗിയായി ഒതുക്കി വച്ചിരിക്കുന്ന കൊച്ചു ഹാളും അതിനോട് ചേർന്ന് ഡൈനിങ് ഏരിയയും കിച്ചണും. പുസ്തകങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ മുകുന്ദന് ആ വീടിനോട് വല്ലാത്ത ഇഷ്ടം തോന്നി. ഇരിക്കണം ഡോക്ടറെ, ആദ്യം ചായയോ സംസാരമോ? അത് ചായയുടെ കടുപ്പം ഡിപ്പെൻഡ് ചെയ്തിരിക്കും, മുകുന്ദ് ചെറിയ ചിരിയോടെ പറഞ്ഞു. മഞ്ജരി ചില്ല് കപ്പുകളിലേക്ക് ചായ പകർന്നു. നിങ്ങളുടെ ഡിസിഷൻ പവറിനേക്കാൾ സ്ട്രോങ്ങാ, വേണേ പന്തയം വെക്കാം. അത് കേട്ട് മുകുന്ദ് ചിരിച്ചു. അതുവരെ അവനുണ്ടായിരുന്ന ടെൻഷനെല്ലാം അതോടെ ഒന്ന് മയപ്പെട്ടു. സോ ഡോക്ടർ മുകുന്ദ്, കോടികൾ വിലപിടിപ്പുള്ള ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് സർജൻ, എന്റെ ഈ അലങ്കോല ലോകത്തേക്കുള്ള താങ്കളുടെ വരവിന്റെ ഉദ്ദേശം എന്താണോ? അല്പം നാടകീയത കലർത്തി തമാശയായി മഞ്ജരി ചോദിച്ചു. ഹോസ്പിറ്റൽ സ്കെഡ്യൂളും കുടുംബ ബാധ്യതകളൊന്നുമില്ലാത്ത ലോകം എങ്ങനെയിരിക്കുമെന്ന് കാണാൻ വന്നതാ. അവൾ അവന്റെ തിളക്കമുള്ള കണ്ണുകളിൽ നോക്കി അങ്ങനെയിരുന്നു. അവന്റെ ചുണ്ടുകൾ തന്റെ ചുണ്ടുകളെ സ്പർശിച്ചത് അവൾ അറിഞ്ഞു. ജീവിതത്തിലെ ആദ്യ ചുംബനം. മുകുന്ദിനും അതങ്ങനെ തന്നെയായിരുന്നു. ആ നിമിഷത്തിൽ ചുറ്റുമുള്ള ലോകമെല്ലാം അവർക്ക് മുന്നിൽ അപ്രത്യക്ഷമായി. പെട്ടെന്ന് മുകുന്ദിന്റെ ഫോൺ റിങ് ചെയ്തു. ശബ്ദം കേട്ടതും ഞെട്ടി മുകുന്ദ് പിന്നോട്ടാഞ്ഞു. കോളിൽ അവന്റെ അനുജൻ ആദിത്യയായിരുന്നു. ആദി, പറയടാ. എവിടെയായിട്ടാ? ഒരു എമർജൻസി ഉണ്ട്, വേഗം വീട്ടിലേക്ക് വാ. എന്താടാ, എന്തുപറ്റി? മുകുന്ദ് ആശങ്കയോടെ ചോദിച്ചു.
ഏട്ടൻ വേഗം വാ എന്ന് മാത്രം പറഞ്ഞ് ആദിത്യൻ ഫോൺ കട്ട് ചെയ്തു. വീട്ടിൽ നിന്നുള്ള കോൾ കണ്ടതും മുകുന്ദിന്റെ മുഖത്തുണ്ടായ പരിഭ്രമം മഞ്ജരി ശ്രദ്ധിച്ചു. മുകുന്ദ് ചെല്ല്, പക്ഷെ ഒരു കാര്യം ഓർത്തു, കുറെ മുന്നോട്ടു പോയാ പിന്നെ ഇങ്ങനെ തിരിഞ്ഞോടാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കും മുകുന്ദേ. തെല്ല് നീരസത്തോടെയാണ് മഞ്ജരി അത് പറഞ്ഞത്. മനസ്സില്ലാ മനസ്സോടെ അതിന് തലയാട്ടി മുകുന്ദ് ഇറങ്ങി. കാറെടുത്ത് പുറത്തേക്കിറങ്ങുന്നതിനിടെ വാതിൽക്കൽ തന്നെ നോക്കി നിൽക്കുന്ന മഞ്ജരിയെ അവൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. വീട്ടിലേക്കുള്ള ഡ്രൈവിൽ മുകുന്ദിന്റെ മനസ്സിൽ മഞ്ജരി അവസാനം പറഞ്ഞ വാക്കുകളായിരുന്നു: എനിക്കെന്താ വേണ്ടത് ഇപ്പെനിക്കറിയില്ല, അതാ സത്യം. അവൻ പലവട്ടം ആ ചോദ്യവും ഉത്തരവും മനസ്സിൽ ആവർത്തിച്ചു. മഞ്ജരിയും ആകെ കുഴപ്പത്തിലായിരുന്നു. ഛേ, കൈവിട്ടു പോവരുതായിരുന്നു. വൾനറബിലിറ്റി അപകടമാണ്. എല്ലാം തുറന്നു പറഞ്ഞത് തെറ്റായിപ്പോയോ? പലതരം ചോദ്യങ്ങൾ മഞ്ജരിയുടെ മനസ്സിനെ വേട്ടയാടി. മുകുന്ദ് പലതവണ അമ്മയെയും ആദിത്യനെയും ഫോൺ ചെയ്തെങ്കിലും ആരും റെസ്പോണ്ട് ചെയ്തില്ല. അവനാകെ പരിഭ്രമമായി. എന്തായിരിക്കും എമർജൻസി? ആർക്കെങ്കിലും? അവൻ ആലോചിക്കുന്തോറും ടെൻഷൻ ഇരട്ടിച്ചു. പരമാവധി വേഗത്തിൽ വീട്ടിലേക്കെത്താനായി മുകുന്ദ് കാറുമായി പാഞ്ഞു. മാധവം എന്നെഴുതിയിരുന്ന സ്വർണ്ണ നിറമുള്ള ഗേറ്റും കടന്ന് മുകുന്ദിന്റെ കാർ കൊട്ടാരം പോലുള്ള വീടിന്റെ മുൻവശത്ത് ചെന്നു നിന്നു. അവൻ കാറിൽ നിന്നിറങ്ങി അകത്തേക്കോടി. പക്ഷെ അകത്തെല്ലാം ശാന്തമായിരുന്നു. ആദിത്യൻ പതിവ് പോലെ ഹാളിലെ വലിയ സോഫയിൽ കിടന്ന് ഫോൺ നോക്കിയിരിക്കുന്നു. ഹേ ആദി, എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അമ്മ പറഞ്ഞിട്ടാ, എന്തോ കല്യാണക്കാര്യം. അവന്റെ മറുപടി കേട്ടപ്പോൾ മുകുന്ദന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. അതിന് ഞാൻ ഇന്ന് വരൂന്ന് പറഞ്ഞിരുന്നതല്ലേ, പിന്നെ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കുന്നത് എന്തിനാ? ആ, ഇക്കാര്യത്തിലേ എനിക്ക് നിന്നെ അത്ര വിശ്വാസമില്ല. അതുകൊണ്ട് എമർജൻസി എന്ന് പറഞ്ഞു വിളിക്കാൻ ഞാനാ പറഞ്ഞത്. മുകുന്ദിന്റെ ശബ്ദം കേട്ടപ്പോഴേക്കും മാധവി ഹാളിലേക്ക് എത്തിയിരുന്നു. എന്ത് പണിയാണമ്മേ, എത്ര ടെൻഷനായി. ഷേ. ആ പോട്ടെന്നേ, എന്തായാലും നീ എത്തിയല്ലോ. വേഗം ഫ്രഷായിട്ട് വന്ന ഫുഡ് കഴിക്കാം. മുകുന്ദിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവൻ മെല്ലെ മുകളിലെ മുറിയിലേക്ക് നടന്നു. കുളിച്ച് ഫ്രഷായി അരമണിക്കൂറിനകം തിരികെ ഹാളിലെത്തുമ്പോൾ മുത്തച്ഛൻ നാരായണമേനോൻ ഉൾപ്പെടെ എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. മുകുന്ദിനെ കണ്ടതും എല്ലാവരുടെയും മുഖത്ത് സന്തോഷം തിളങ്ങി. അവർ ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് റൂമിലേക്ക് നടന്നു. ഭക്ഷണത്തിന് മുന്നിലിരിക്കുമ്പോഴും മുകുന്ദിന്റെ മനസ്സ് മഞ്ജരിക്കൊപ്പമായിരുന്നു. അവളുടെ രൂപവും അവൾക്കൊപ്പമുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും ആ ഓർമ്മകളിൽ അവൻ അലയുകയായിരുന്നു. വീട്ടുകാർ ഭക്ഷണത്തിനിടെ പലതും പറയുകയും ചിരിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും മുകുന്ദിന്റെ ശ്രദ്ധ അവിടെയൊന്നുമായിരുന്നില്ല. പക്ഷെ അവന്റെ ഈ മാറ്റങ്ങളെല്ലാം മാധവി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുകുന്ദിന്റെ ചുണ്ടിൽ പലപ്പോഴും മിന്നി മായുന്ന ചിരി, ഒന്നിലും ശ്രദ്ധിക്കാതെ ചോദിച്ചതിന് പോലും മൂളലിൽ മറുപടി ഒതുക്കിയുള്ള അവന്റെ ഇരിപ്പ്, എല്ലാം അവർ ശ്രദ്ധിച്ചു. മക്കളിലുണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ വരെ അമ്മമാർക്കാണല്ലോ മനസ്സിലാവുക. മാധവിയുടെ ഉള്ളിൽ സംശയങ്ങൾ മുളപൊട്ടി. മുകുന്ദ്, നീ ഇവിടൊന്നും അല്ലേ? എന്താ ഇത്ര ആലോചന? ഹോസ്പിറ്റലിൽ പുതിയ കേസ് വല്ലതും വന്നോ, അതോ വേറെന്തെങ്കിലും ആണോ? മുകുന്ദിന്റെ മറുപടി എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ മാധവി ചോദിച്ചു. വർക്ക് തന്നെ അമ്മ, അമ്മയ്ക്ക് അറിയാലോ എങ്ങനെയാന്ന്. പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി മുകുന്ദ് മെല്ലെ എഴുന്നേറ്റു. ഇതെന്നാ ഫിനിഷ് ചെയ്യാതെ പോണേ? ബസ്, വിശപ്പ് കാര്യമായിട്ടില്ല, ജസ്റ്റ് കമ്പനീസേക്കിരുന്നതാ എന്ന് പറഞ്ഞ് മുകുന്ദ് കൈ കഴുകി അവന്റെ മുറിയിലേക്ക് നടന്നു. അവന്റെ എല്ലാ പ്രവൃത്തിയിലും മാധവിക്ക് അസ്വാഭാവികത തോന്നി. എന്തോ പ്രശ്നമുണ്ട്, അവൻ എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. മാധവി തന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് മുകുന്ദ് പോകുന്നത് നോക്കിയിരുന്നു. മാധവി ഒരാളുടെ ബലത്തിലാണ് കുടുംബവും ബിസിനസ്സുമെല്ലാം ഇന്നത്തെ നിലയ്ക്കെത്തിയത്. അവർക്കാണ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും മേൽക്കൈ. വർഷങ്ങളായി കുടുംബത്തെ കെട്ടുറപ്പോടെ കൊണ്ടുപോകുന്ന മാധവിക്ക് എപ്പോൾ എന്ത് ചെയ്യണമെന്നും എപ്പോൾ വെയിറ്റ് ചെയ്യണമെന്നും നന്നായി അറിയാം. ഞായറാഴ്ച നാരായണമേനോന്റെ പിറന്നാൾ ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷേ മുകുന്ദിന് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞു പോയാലോ? ഇന്നേവരെ അമ്മയോട് കള്ളം പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞാലും അമ്മ വിടാനും പോകുന്നില്ല. എന്താണ് വഴിയെന്നറിയാതെ മുകുന്ദ് കുഴങ്ങി നിന്നു.
കുതിച്ചുയരുന്നതിന്റെ ശബ്ദം. ആ തിര തന്റെ നെഞ്ചിലേക്കാണ് ആർ തലയ്ക്കുന്നതെന്ന് മഞ്ജരിക്ക് തോന്നി. എനിക്ക് പേടിയാണ് മുകുന്ദ്. എന്റെ ജീവിതത്തിൽ എന്തിൽ നിന്നൊക്കെയാണോ ഞാൻ ഓടി ഒളിച്ചത്, അതെല്ലാമാണ് നിങ്ങളുടെ ലോകം. എനിക്ക് ആ ലോകം ഭയമാണ്, നിങ്ങളെയും. അതിനിടയിൽ മുകുന്ദിന്റെ ഫോൺ 2 വട്ടം ശബ്ദിച്ചു. അവൻ ഫോൺ സൈലന്റ് മോഡിലാക്കി മഞ്ജരിയെ നോക്കി. മഞ്ജരി നെടുവീർപ്പുയർത്തിക്കൊണ്ട് തുടർന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നലെ അത് സംഭവിക്കില്ലായിരുന്നു. പക്ഷെ ഫോൺ സൈലന്റ് ആക്കിയതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടുകാരിൽ നിന്ന് ഓടി ഒളിക്കാൻ കഴിയില്ല മുകുന്ദ്. അവര് നിങ്ങളെ ഒന്നിനും അനുവദിക്കില്ല. പിന്നെ എനിക്ക് എന്റെ കാര്യങ്ങൾ ആരും നിയന്ത്രിക്കുന്നത് ഇഷ്ടമല്ല. പിന്നീട് അവരൊന്നും സംസാരിച്ചില്ല. നിശബ്ദരായി കോഫി കുടിച്ചു പിരിയുമ്പോൾ ബൈ ടിൽ നെക്സ്റ്റ് ടൈം എന്ന് മുകുന്ദ് പറഞ്ഞത് കേട്ട് മഞ്ജരി ചിരിച്ചു. പലതവണ വിളിച്ചിട്ടും മുകുന്ദ് ഫോൺ എടുക്കാത്തതിൽ ദേഷ്യത്തിലായിരുന്നു മാധവി. അവർ ഹോസ്പിറ്റലിൽ വിളിച്ചു. മുകുന്ദ് അന്ന് അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എവിടേക്ക് അവൻ പോയത്? മഞ്ജരി. അവളെക്കുറിച്ച് അന്വേഷിക്കണം. അതിനേറ്റവും പറ്റിയത് ആദിത്യ തന്നെ വരെ അവർ പോവും. ബ്രോ, ഒരു ദിവസം ലീവാക്കണേ. ഇന്നലത്തെ ഫംഗ്ഷനിൽ നിന്ന് ബ്രോ രക്ഷപ്പെട്ടു. പക്ഷെ ഈ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കും, ഫാമിലിയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ സീക്രസി കീപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഉത്തരവാദിത്തം അമ്മയുടെയും മുത്തച്ഛന്റെയും പുറകെ നട. അപ്പൊ പിന്നെ ഒന്ന് കേറി നോക്കിയേക്കാന്ന് വെച്ചു. എന്റെ പുന്നാര അനിയത്തി സ്പോട്ട്ലൈറ്റിലിരുന്ന് എന്താ പറയുന്നതെന്നൊന്ന് കേൾക്കാലോ. ചേച്ചി കൊച്ചിയിലുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ബന്ധം പുതുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ വിളിച്ചാ മതിയായിരുന്നു. ബന്ധം പുതുക്കാനോ? നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? അത് വെറുമൊരു അകൽച്ചയല്ലായിരുന്നോ? യുനോ, നിന്റെ ഭാഷയിൽ നെസസറി സ്പേസ്. ഒരു വഴക്കിനാണ് വന്നതെങ്കിൽ എനിക്കതിനുള്ള എനർജിയില്ല. ആവുമ്പോ ചേച്ചിയോട് പറയാം. ആഹാ, ക്ലാസിക് മഞ്ജരി. മറ്റുള്ളവരെ ഇരയാക്കിയിട്ട് സ്വയം വിക്റ്റിമായി നടിക്കുന്ന മഞ്ജരി ദ ഗ്രേറ്റ്. സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണല്ലോ ഇപ്പൊ എഴുത്തൊക്കെ. അല്ല, ആർക്കോ ചിരിച്ചു മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നല്ലോ. ആരാ പുതിയ ഇൻസ്പിറേഷൻ? ഓ, ഇൻസ്പിറേഷൻ അല്ലല്ലോ, ഇര. ആരാ ആ ഇര? ചേച്ചി ഇവിടെ വന്നത് വെറുതെ അല്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എന്തോ കരുതിക്കൂട്ടിയാണ്. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ അത് പറ. ഷേ, റിലാക്സ് ഡാർലിംഗ്. വെറുതെ ഒരു ക്യൂരിയോസിറ്റിയിൽ വന്നതാ. എഴുത്ത് ലോകത്തിൽ തരംഗമാവുന്ന അനുജത്തി ഉണ്ടാവുമ്പോ എത്രമാത്രം സന്തോഷം തോന്നും എന്നൊന്ന് ആലോചിച്ചു നോക്കിക്കേ. എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആയോ? ഇംപ്രസ്ഡ് ആക്ച്വലി. കോംപ്ലിമെന്റ് ഞാൻ സ്വീകരിച്ചു. എന്നാ പിന്നെ പോയാട്ടെ. നട്ടല്ലൊക്കെ വളർന്ന് നേരെ നിൽക്കാറായല്ലോ. ഐ ലൈക്ക് ഇറ്റ്. പക്ഷെ ഞാൻ വേണേലൊരു ഉപദേശം തരാം. അത്രയങ്ങ് സുഖിക്കണ്ട, പൊങ്ങിപ്പറക്കണ്ട. സ്പോട്ട്ലൈറ്റുകൾ മനുഷ്യന്റെ കണ്ണ് മഞ്ഞളിപ്പിക്കും. പക്ഷേ അതിന്റെ നിഴലിൽ എന്താ നടക്കുന്നതെന്ന് നിന്നെപ്പോലുള്ളവർക്ക് അറിയുന്നുണ്ടാവില്ല. കരുതിയിരുന്നു. ലേഖ തിരിഞ്ഞു നടന്നു. അവളുടെ വാക്കുകൾ മഞ്ജരിയുടെ കാതിൽ മുഴങ്ങി. അതൊരു മുന്നറിയിപ്പാണ്. എന്തോ തനിക്കായി ഒരുങ്ങുന്നുണ്ട്. എന്താണത്? മഞ്ജരി ആകെ കുഴങ്ങി. ആദിത്യ ഓഫീസിലെ പ്രൈവറ്റ് ക്യാബിനിലിരിക്കുകയാണ്. മുന്നിലിരിക്കുന്നയാൾക്ക് ലാപ്ടോപ്പ് സ്ക്രീൻ ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു, ദാ ഇതാണ് മുകുന്ദും അവന്റെ ലിറ്റിൽ സീക്രട്ടും. ഇവളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും എനിക്ക് വേണം 2 ദിവസത്തിനുള്ളിൽ. മുന്നിലിരുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഫോട്ടോയിലേക്ക് നോക്കി. ഷുവർ സർ. അവളുടെ ബുക്കുകളിൽ നിന്ന് തുടങ്ങാം. അതിനുള്ളിൽ അവളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നോക്കണം. ഓക്കെ സർ. ആദിത്യയെ സംബന്ധിച്ച് സഹോദരനെക്കുറിച്ചുള്ള വിചാരമല്ല, പകരം അവന്റെ സീക്രട്ട് എക്സ്പോസ് ചെയ്യുക എന്നത് ഗെയിമിന്റെ തുടക്കം മാത്രമായിരുന്നു. പിറ്റേന്ന് വൈകിട്ട് 6 മണിയോടെ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി മുകുന്ദ് നേരെ മഞ്ജരിയുടെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിലെന്തെങ്കിലും പ്രശ്നമായോ? പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവന് സഹിക്കാൻ പറ്റില്ല. ഭീഷണി പോലെ ഓരോ വാക്കും. അമ്മയോ? അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. പക്ഷെ അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അവനാ. ഞാൻ പിന്മാറുന്നതാണ് നല്ലത് മുകുന്ദേ. നിങ്ങളുടെ ഫാമിലി അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ
ഇപ്പൊ എടുക്കണ്ട. മഞ്ജരി അതിന് മറുപടി പറഞ്ഞില്ല. വീട്ടിൽ മാധവിക്കൊപ്പം മുകുന്ദിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ആദിത്യ. അതിനിടെ അവന്റെ ഫോണിലേക്ക് തുടരെ തുടരെ മെസ്സേജുകൾ വന്നു. എടുത്തു നോക്കിയ ആദിത്യയുടെ ചുണ്ടിൽ ഗൂഢമായ ചിരി വിരിഞ്ഞു. പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ മെസ്സേജ് ഓപ്പൺ ചെയ്തു. അതിൽ ഫോട്ടോകളായിരുന്നു, മുകുന്ദിന്റെയും മഞ്ജരിയുടെയും ഇന്റിമേറ്റ് ഫോട്ടോസ്. ആദിത്യന്റെ മനസ്സ് അവനോട് മന്ത്രിച്ചു. അപ്പൊ കളി തുടങ്ങാം. സംശയങ്ങൾ സത്യമാണെന്നറിഞ്ഞപ്പോൾ മാധവി പൊട്ടിത്തെറിച്ചു. ഒരു തരത്തിലും അവർക്ക് മഞ്ജരിയെ അംഗീകരിക്കാൻ കഴിയില്ല. വിവരങ്ങൾ അറിഞ്ഞയുടൻ അവർ മുകുന്ദിനെ ഫോണിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ നിർദ്ദേശിച്ചു. മുകുന്ദിന് കൂടുതൽ എന്തെങ്കിലും പറയാനാവും മുന്നേ അവർ ഫോൺ വെച്ചു. എന്തായാലും ഇന്ന് അമ്മയുടെ ചോദ്യങ്ങൾക്കുത്തരം പറയേണ്ടി വരുമെന്ന് മുകുന്ദിനും ഉറപ്പായിരുന്നു. അവൻ മഞ്ജരിയെ വിളിച്ച് കാര്യം അവതരിപ്പിച്ചു. വീട്ടിൽ ചെന്ന് സംസാരിച്ചതിനു ശേഷം വിളിക്കാം അവൾക്ക് ഉറപ്പ് നൽകി. മാധവത്തിലേക്കെത്തുമ്പോഴേ അവിടെ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിരുന്ന കനം മുകുന്ദന് ഫീൽ ചെയ്തു. അവൻ അകത്തേക്ക് കടക്കുമ്പോൾ മാധവി ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇരിക്കും മുകുന്ദ്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അങ്ങേയറ്റം ശാന്തമായാണ് ഇത് പറഞ്ഞതെങ്കിലും മാധവിയുടെ മുഖത്തെ പിരിമുറുക്കം മുകുന്ദ് തിരിച്ചറിഞ്ഞു. അവൻ അവർക്ക് മുന്നിലായി ചെന്നിരുന്നു. പറയാമേ, എന്താ അമ്മയ്ക്ക് അറിയണ്ടേ? എന്തെങ്കിലും അറിയാനാണ് വിളിപ്പിച്ചതെന്ന് മനസ്സിലായല്ലേ? അറിയണമായിരുന്നു, പക്ഷെ നീയൊന്നും പറഞ്ഞില്ല. അവസാനം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. എന്റെ സംശയങ്ങളെല്ലാം സത്യമായിരുന്നു. നീയും മഞ്ജരിയും... അതെ, സത്യമാണ്. എന്നിട്ട് എന്തുകൊണ്ടാ നീ എന്നോട് പറയാതിരുന്നത്? ഞങ്ങളെയെല്ലാം ഇങ്ങനെ ചതിച്ചത് എന്തിനാ മുകുന്ദ്? ചതിയല്ലമ്മേ, പറഞ്ഞിരുന്നേൽ അമ്മ സമ്മതിക്കുമായിരുന്നോ? സമയം വരുമ്പോ പറയാന്ന് തന്നെയാ കരുതിയത്. ഐ ലവ് ഹർ. ഇഷ്ടം, പ്രേമം, അതും അങ്ങനെയൊരുത്തിയോട്. നീ ആരാണെന്ന് മറന്നുപോയോ മുകുന്ദ്? നിന്റെ പൊസിഷൻ, സ്റ്റാറ്റസ്, ഫാമിലി സ്റ്റാറ്റസ്, സൊസൈറ്റിയിൽ നമുക്കുള്ള വില, ബഹുമാനം എല്ലാം ഒറ്റ ഒരുത്തിയെ കണ്ടപ്പോ മറന്നുപോയോ? ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. നിനക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്നാ കരുതിയത്. ഇങ്ങനെയൊരു മണ്ടത്തരം. മാധവിക്ക് ദേഷ്യം ഇരച്ചു കയറി. പക്ഷേ മുകുന്ദ് അക്ഷോഭ്യനായി അവർക്ക് മുന്നിലിരുന്നു. നോക്കമ്മേ, എനിക്ക് ആ പെൺകുട്ടിയോട് തോന്നിയത് അമ്മ കാണിച്ചിട്ടുള്ള ഒരാളോടും തോന്നിയിട്ടില്ല. അവരോടെന്നല്ല, ജീവിതത്തിൽ ഇന്നേ വരെ ആരോടും തോന്നിയിട്ടില്ല. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആദ്യം മുതൽ അവളുടെ കൂടെ നിൽക്കുമ്പോ, സംസാരിക്കുമ്പോ ഞാൻ ഫ്രീ ആണമ്മേ. എനിക്ക് ഞാനായിട്ട് നിൽക്കാം. ഹാപ്പിയാണ് ഞാൻ. മുകുന്ദേ, പ്രേമമൊക്കെ ഇന്ന് വരും, വന്ന പോലെ അങ്ങ് പോവുകയും ചെയ്യും. പക്ഷെ കുടുംബത്തിന്റെ സൽപ്പേരും നമ്മുടെ നിലയും വിലയും അന്തസ്സൊന്നും അങ്ങനെ അതിനുവേണ്ടി കളയാനുള്ളതല്ല. അച്ഛനോടൊപ്പം നിന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാ ഇതെല്ലാം. അതങ്ങനെ പെട്ടെന്നില്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, ആ പെൺകുട്ടി എന്റെ ജീവിതത്തിൽ വന്നാൽ ഞാൻ ഹാപ്പി ആയിരിക്കും. എന്റെ സന്തോഷത്തെക്കാൾ വലുതാണോ അമ്മയ്ക്ക് ഈ പറഞ്ഞതെല്ലാം? സന്തോഷം അല്ലേ? അവളെക്കുറിച്ച് എന്തൊക്കെ ആളുകൾ പറയുന്നതെന്നറിയാവോ? ഏത് നേരവും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവൾക്ക് ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും വിവാദങ്ങള്. അങ്ങനൊരുത്തി എന്റെ കുടുംബത്തിലേക്ക് കയറ്റാൻ പറ്റില്ല. അതും നമ്മുടെ അന്തസ്സിന് യോജിച്ച എന്തെങ്കിലും ഉണ്ടോ അവൾക്ക്? കൂടെ കൊണ്ടു നടക്കാൻ എന്ത് യോഗ്യത അവൾക്കുള്ളത്? ഇത്രയും കേട്ടപ്പോൾ മുകുന്ദന് ദേഷ്യം വന്നു. അമ്മേ, ഞാനൊരു ട്രോഫിയൊന്നും അല്ല എഴുന്നള്ളിച്ച് നടക്കാൻ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണും ട്രോഫിയല്ല. ഓ, എന്റെ മോൻ സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോ. ഇതായിരിക്കും അവളുടെ മിടുക്ക്. അമ്മേ, ഞാൻ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവാൻ പോണില്ല. പക്ഷെ ഞാൻ തീരുമാനമെടുത്തതാ. ഐ ലവ് ഹർ. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യും. ശബ്ദമുയർത്തി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞിട്ട് മുകുന്ദ് പുറത്തേക്കിറങ്ങി. അകത്ത് മാധവി ചിലത് പ്ലാൻ ചെയ്യുകയായിരുന്നു. മഞ്ജരി കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നതിനിടെ വാതിലിൽ ആരോ തുടർച്ചയായി തട്ടുന്നത് കേട്ടു. കോളിംഗ് ബെല്ലുണ്ടായാലും വാതിലിൽ തട്ടുന്നത് എന്തിനാ? ആരാണാവോ? അവൾ പെട്ടെന്ന് അവിടേക്ക് നടന്നു. വരുന്നു. ആരാ അത്? വാതിൽ തുറന്നതും ലേഖയെ മുന്നിൽ കണ്ട മഞ്ജരി അമ്പരന്നു. ചേച്ചിയോ? എന്താ ഇവിടെ? കൊള്ളാം, വീട്ടിൽ വരുന്നയാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം. മഞ്ജരി അകത്തേക്ക് ക്ഷണിക്കാതെ തന്നെ ലേഖ അകത്തേക്ക് കയറി. അവൾ ചുറ്റുമൊന്നു നോക്കി. ആദ്യമായാണ് ലേഖ ആ വീട്ടിൽ വരുന്നത്. മഞ്ജരി കൈകെട്ടി ലേഖയെ തന്നെ നോക്കുകയാണ്. എനിക്ക് ജീവിതത്തെക്കുറിച്ച് ക്ലാസ് തരാനാണെങ്കിൽ പ്ലീസ്, എനിക്കത് കേൾക്കാനുള്ള മൂഡില്ല. പഠിപ്പിക്കാനോ? നിന്നെയോ? ഞാൻ പക്ഷെ ഒരു കാര്യം അറിഞ്ഞപ്പോ ജസ്റ്റ് ഒരു വാണിംഗ് തരാൻ വന്നതാ. എന്ത് കാര്യം?
അധികം വൈകുന്നതിന് മുന്നേ ആ മുകുന്ദുമായുള്ള ബന്ധം അങ്ങ് ഉപേക്ഷിച്ചേരെ. ലേഖ പറഞ്ഞത് കേട്ട് മഞ്ജരി ഞെട്ടി. എക്സ്ക്യൂസ് മീ, പറഞ്ഞത് കേട്ടില്ലേ? അല്ലെങ്കിലും ആ ബന്ധം മുന്നോട്ടു പോകുന്നാണോ നീ കരുതുന്നത്? 2 ലോകത്ത് ജീവിക്കുന്നവരാ നിങ്ങള്. അവന്റെ ഫാമിലി നിന്നെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അവന്റെ അമ്മയില്ലേ, അവര് നിന്നെ ഒഴിവാക്കാൻ എന്തും ചെയ്യും. ശബ്ദം താഴ്ന്നതാണെങ്കിലും ആ വാക്കുകൾക്ക് നല്ല മൂർച്ചയായിരുന്നു. മഞ്ജരിക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. ജീവിതത്തിലെ സേഫായിട്ട് നിൽക്കുന്ന ചേച്ചിക്ക് എന്റെ ജീവിതത്തെക്കുറിച്ചിട്ട് എന്തറിയാം? അധികമൊന്നും അറിയില്ല. പക്ഷെ ലോകം മുഴുവൻ നിനക്കെതിരായി നിന്നാൽ പ്രണയം കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് എനിക്കറിയാം. വെറുതെ പിന്നീട് ദുഃഖിക്കാൻ ഇടവരരുത്. നീ ഇത്ര കാലം പണിയെടുത്തുണ്ടാക്കിയതെല്ലാം ഇല്ലാതാവും. പേടിച്ചുള്ള ജീവിതത്തെക്കാൾ വലുതല്ല ചേച്ചി എന്ത് റിസ്ക്കും. അതിപ്പ പറയും. പക്ഷെ അവന്റെ വീട്ടുകാര് നിന്നെ അംഗീകരിക്കാതിരുന്നാൽ, സമൂഹം മുഴുവൻ നിന്നെക്കുറിച്ച് ഓരോ കഥകൾ മെനഞ്ഞാൽ അപ്പോഴും ഇത് തന്നെ പറയൂ. മുകുന്ദ് എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അപ്പോഴും ഞാൻ ഇത് തന്നെ പറയും. ധൈര്യമൊക്കെ കൊള്ളാം. എത്ര കാലം ഇതുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞ് തിരിഞ്ഞുപോലും നോക്കാതെ യാത്ര പറയാതെ ലേഖ ഇറങ്ങി നടന്നു. മഞ്ജരി മുകുന്ദനെ വിളിച്ചു. ഇന്നലെ വീട്ടിലെ സംസാരത്തിന് ശേഷം വിളിക്കാമെന്ന് പറഞ്ഞെങ്കിലും മുകുന്ദ് ഇതുവരെ വിളിച്ചിരുന്നില്ല. ഹോസ്പിറ്റലിലാ. കോൾ എടുത്തയുടനെ മുകുന്ദ് പറഞ്ഞു, ഓക്കെ, മുകുന്ദനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇത്ര ഫോമലാവുന്നത് എന്തിനാ? നീ എന്റെ പേഷ്യന്റ് എങ്ങാനും ആണോ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരാൻ? കാണാം. ടൗണിലേക്ക് ഇറങ്ങുന്നോ? ലഞ്ചിന്? ഇല്ലേ വൈകിട്ട് വീട്ടിലേക്ക് വരാം. വേണ്ട, ഞാൻ ദാ ഇപ്പം ഇറങ്ങാം. ഓക്കേടോ. ഹോസ്പിറ്റലിലേക്ക് എത്തിയ മഞ്ജരിയെയും കൊണ്ട് മുകുന്ദ് അധികം തിരക്കില്ലാത്ത 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ഡ്രൈവ് ചെയ്തു. ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിവരമൊന്നും ഉണ്ടായില്ലല്ലോ. വീട്ടിലെല്ലാം അറിഞ്ഞു. അമ്മ ചോദിക്കാൻ വിളിച്ചതാ. ഞാനെല്ലാം പറഞ്ഞു. പക്ഷേ അമ്മ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അവസാനം കുറച്ച് മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നു. രാത്രി തന്നെ ഇറങ്ങിപ്പോന്നു. ഇത്രയ്ക്ക് സംഭവം ഉണ്ടായിട്ടും എന്നോടൊന്ന് ഷെയർ ചെയ്യാതിരുന്നത് എന്താ മുകുന്ദ്? എടോ, ഞാൻ എങ്ങനെയും ഇതൊന്ന് നടത്തിയെടുക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അതെന്റെ ഫൈറ്റാ. അത് പറഞ്ഞ് നിന്നെയും കൂടെ വട്ടാക്കണ്ടെന്ന് കരുതി. എങ്ങനെയും കാര്യങ്ങൾ ശരിയാക്കണം. പക്ഷെ കാര്യങ്ങൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നീയും മനസ്സിലാക്കണം. മഞ്ജരിക്ക് അത് കേട്ട് ദേഷ്യം വന്നു. കോംപ്ലിക്കേറ്റഡ്? മുകുന്ദ്, നീ ഇപ്പോഴും അവരുടെ അനുവാദത്തിനായിട്ട് കാത്തു നിൽക്കുക. എന്നെ ഉപേക്ഷിക്കാനേ അവര് പറയൂ. ഒന്നും അത്ര സിമ്പിൾ അല്ല മഞ്ജരി. അവരെനിക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടിയെല്ലാം കുറെ സാക്രിഫൈസ് ചെയ്തവരാ. അവരെയൊക്കെ അങ്ങനെ ഒറ്റ ദിവസം ഉപേക്ഷിച്ചിട്ട് പോരുന്നത് എങ്ങനെയാ? അപ്പൊ എന്റെ കാര്യോ? ഞാൻ ഇങ്ങനെ ദിവസം ഇതിനായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നാണോ മുകുന്ദേ? മുകുന്ദ് ദീർഘശ്വാസം എടുത്തു വിട്ടു. അവന്റെ അസ്വസ്ഥത മുഖത്ത് പ്രകടമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ സമനില വീണ്ടെടുത്ത് അവൻ മെല്ലെ പറഞ്ഞു, ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന്. അതല്ലാതെ നമ്മളെ വളർത്തി വലുതാക്കിയവരെ എതിർക്കുന്നത് അത്ര ഈസിയല്ല, നീ എന്തൊക്കെ പറഞ്ഞാലും. മുകുന്ദേ, അപ്പൊ നിങ്ങൾ ഇതിന് റെഡി ആയിട്ടില്ലെന്നാണ് അർത്ഥം. ചിലപ്പോ അത് ശരിയായിരിക്കും മഞ്ജരി. പിന്നീട് രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ഉച്ചകഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ക്യാബിനിലെത്തുമ്പോൾ മാധവി അവിടെ മുകുന്ദനായി കാത്തിരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായ അമ്മയെ കണ്ടപ്പോൾ അവൻ അമ്പരന്നു. അമ്മ എന്താ ഇവിടെ? എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ മോന്റെ ജീവിതമായി പോയില്ലേ. ഇന്നലെ പറഞ്ഞതാണെങ്കിൽ എനിക്കിനി അത് കേക്കണ്ടമ്മേ. മോനെ, നല്ലതിനു വേണ്ടി അമ്മ പറയുന്നത്. അവള് വേണ്ട നമുക്ക്. അവൾക്ക് നിന്നെ മനസ്സിലാക്കാൻ പോലും പറ്റില്ല. ഇതിനൊന്നും ഞാൻ ഇനി ഒരു മറുപടിയും തരില്ലമ്മേ. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. ഒരു കാര്യം നീ ഓർത്തോ, അവളെ കല്യാണം കഴിച്ച നിന്റെ ജീവിതവും കരിയറും ഫാമിലിയും എല്ലാം തീരും. ഞങ്ങള് പിന്നെ നിന്റെ ഒപ്പം ഉണ്ടാവുമെന്ന് കരുതണ്ട. എനിക്ക് കുടുംബത്തിന്റെ അഭിമാനം തന്നെയാ വലുത്. അമ്മയ്ക്ക് അഭിമാനമാണെങ്കിൽ എനിക്ക് അതുപോലെ വലുതാ മഞ്ജരിയും. മുകുന്ദ്, നീ ഇതിന് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഇതിൽ കൂടുതൽ ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മാധവി ക്യാബിനിൽ നിന്നിറങ്ങി. മുകുന്ദിന്റെ മനസ്സാകെ സംഘർഷഭരിതമായി. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു കാണും. മഞ്ജരിയുടെ വീട്ടിൽ ആരോ ഒരു കത്ത് കൊണ്ടുവന്നിട്ടു. അവൾ ഹാളിൽ വായിച്ചിരിക്കുമ്പോൾ വാതിലിനടിയിലൂടെ എന്തോ ഒന്നകത്തേക്ക് കയറി വരുന്നത് കണ്ട് നോക്കിയതാണ്. അവൾ പിന്നീട് വാതിൽ തുറന്നു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അവനെ വെറുതെ വിട്ടേക്ക്. ഇനിയും മുന്നോട്ടു പോയാൽ പിന്നീട് ദുഃഖിക്കാനിടയാകും എന്നെഴുതിയ കുറിപ്പ് അവൾ തിരിച്ചും മറിച്ചും നോക്കി. പേരോ വിവരമോ ഒന്നുമില്ല. മഞ്ജരിക്കാകെ ദേഷ്യവും സങ്കടവും വന്നു. ശ്വാസഗതി വേഗത്തിലായി. അവൾ ആ കുറിപ്പ് ചുരുട്ടി നിലത്തേക്കെറിഞ്ഞു. വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് മുകുന്ദ നേരെ പോയത് മഞ്ജരിയുടെ വീട്ടിലേക്കാണ്.
കോളിംഗ് ബെല്ലിൽ വിരലമർത്തിയപ്പോൾ മഞ്ജരി വാതിൽ തുറന്നു. പൊടിമഴ നനഞ്ഞു നിൽക്കുന്ന മുകുന്ദിനെ അവൾ ആശ്ചര്യത്തോടെ നോക്കി. മുകുന്ദ്, ഇതെന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? എനിക്ക് സംസാരിക്കണം. ഇനിയെന്ത് സംസാരിക്കാനാ? അങ്ങനെ നീ പറയരുത് പ്ലീസ്. നമുക്കൊരു സൊല്യൂഷൻ അല്ലേ വേണ്ടത്? അതിനിടെ മുകുന്ദിന്റെ ഫോൺ റിങ് ചെയ്തു. ഒരു മിനിറ്റ്. ക്ഷമാപണത്തോടെ മുകുന്ദ് മഞ്ജരിയെ നോക്കി. അവൻ ഫോൺ സ്പീക്കറിലിട്ടു. മറുവശത്തു നിന്ന് മാധവിയുടെ ഭീഷണി ശബ്ദമുയർന്നു. മുകുന്ദേ, എന്നെ ഇഗ്നോർ ചെയ്തിട്ട് നീ അവളെ കാണാൻ പോയല്ലേ? നീ വലിയ തെറ്റാ ചെയ്യുന്നത്. ജീവിതകാലം മുഴുവൻ നീ ഇതിന് ദുഃഖിക്കും, നോക്കിക്കോ. അത് കേട്ടപ്പോൾ മഞ്ജരിയുടെ മുഖം വരിഞ്ഞു മുറുകി. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത് മുകുന്ദ്. മഞ്ജരി പ്ലീസ്, നമുക്ക് ടൈം എടുക്കാം. ടൈം എടുക്കാം. എനിക്കും എല്ലാം ഒന്ന് ആലോചിക്കണം മുകുന്ദേ. ഇതിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചും എല്ലാം പിന്നീട് കാണാം. അവൾ അകത്ത് കയറി വാതിലടച്ചു. അമ്മയ്ക്കും മഞ്ജരിക്കും നടുവിൽ നിസ്സഹായനായി പോയതുപോലെ മുകുന്ദ്. പലവിധ സമ്മർദ്ദങ്ങൾ വന്നപ്പോഴും പരസ്പരം പിരിയാൻ കഴിയാത്ത എന്തോ ഒന്ന് തങ്ങൾക്കിടയിലുണ്ടെന്ന യാഥാർത്ഥ്യം മുകുന്ദും മഞ്ജരിയും മനസ്സിലാക്കി. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഓരോ ദിവസം ചെല്ലുംതോറും അവരുടെ ബന്ധത്തിന്റെ ആഴമേറി. എന്നാൽ അതിനനുസരിച്ച് അവരെ തമ്മിൽ അകറ്റാനുള്ള തന്ത്രങ്ങളുമായി ശ്രദ്ധാപൂർവം അവർക്കുള്ള വല നെയ്യുകയായിരുന്നു ചിലർ. ഒരു ചെറുകഥ എഴുതി പൂർത്തിയാക്കി എഴുന്നേറ്റ് അത്രയും നേരം സൈലന്റിലായിരുന്ന ഫോണുമെടുത്ത് മഞ്ജരി കിച്ചണിലേക്ക് നടന്നു. കുറേയധികം മിസ്ഡ് കോൾസ്. പബ്ലിഷർ റിയയുടേതാണ് കൂടുതലും. പിന്നെ അറിയാത്ത കുറേ നമ്പറുകളും. പതിവില്ലാത്തതാണല്ലോ എന്ന് ചിന്തിച്ച് അവൾ റിയയെ വിളിച്ചു. ഹലോ മഞ്ജരി, നീ ഓക്കെ ആണല്ലോ അല്ലേ? പരിഭ്രമത്തോടെയുള്ള റിയയുടെ ചോദ്യം കേട്ട് മഞ്ജരി അമ്പരന്നു. ഓക്കെയാണ്. എന്തു പറ്റി റിയ? എനിക്ക് തന്നിരുന്ന മാനുസ്ക്രിപ്റ്റ് ഇല്ലേ, അത് ലീക്കായി. ലീക്കായെന്നോ? എനിക്ക് മനസ്സിലായില്ല. മഞ്ജരി എനിക്ക് 6 മാസം മുമ്പ് അയച്ചൊരു നോവലില്ലേ, സെൻസേഷണൽ വിഷയമായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എഡിറ്റിനായിട്ട് മാറ്റിവെച്ചിരുന്നത്, അതിന്റെ ചില ഭാഗങ്ങൾ, അതും ഏറ്റവും സെൻസേഷണൽ ആയുള്ള ഭാഗങ്ങൾ ലീക്കായി. സോഷ്യൽ മീഡിയ മുഴുവൻ കറങ്ങുക. ചില മീഡിയയിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല പ്രശ്നം, അതിലെ ചില പേജുകൾ എടുത്ത് മറ്റൊരു ബുക്കിന്റെ കോപ്പിയടിയാണെന്നും ചിലർ പറയുന്നുണ്ട്. അയ്യോ, ഇതൊക്കെ എന്താ? കോപ്പിയടിയോ? അതെന്റെ അനുഭവങ്ങളും കൂടി ചേർത്തതല്ലേ? അതെങ്ങനെ കോപ്പിയടിയാവുന്നത്? ഇത് പേഴ്സണൽ സ്റ്റോറിയും കൂടി ആയതുകൊണ്ടല്ലേ ഞാൻ റിയയ്ക്ക് തന്നെ കോൺഫിഡൻഷ്യലായിട്ട് തന്നത്. പിന്നെ എങ്ങനെ ലീക്കായി? എനിക്കൊരു പിടിയുമില്ല മഞ്ജരി. എന്റെ കയ്യിൽ നിന്നല്ല എന്തായാലും. ഞാൻ സൈബർ ടീമിനെ വിളിച്ച് IP അഡ്രസ് തപ്പിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നീ ടെൻഷൻ ആവണ്ട, നമുക്ക് നോക്കാം. മഞ്ജരി കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു. സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമെല്ലാം തന്റെ മുഖം കണ്ട് അവളുടെ ശരീരം വിറച്ചു. മുമ്പ് പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ എഡിറ്റ് ചെയ്യാത്ത പേജുകൾ ലീക്ക് ആവുക, പ്ലാഗരിസം ആരോപിക്കുക, മഞ്ജരിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലായില്ല. പിന്നീട് അവൾ സൂക്ഷ്മതയോടെ ലീക്കായ പേജുകൾ നോക്കി. അതിൽ പ്ലേഗരിസം ആരോപിക്കുന്ന പേജുകൾ അവൾ തയ്യാറാക്കിയതല്ല, അത് മറ്റാരോ അതിനൊപ്പം ചേർത്തതാണ്. പക്ഷെ ആരാണിതൊക്കെ ചെയ്യുന്നത്? എന്തിനു വേണ്ടി? അവൾക്ക് തല ചുറ്റുന്നതുപോലെ തോന്നി. തൊണ്ട വരണ്ടു. 10 മിനിറ്റിനുള്ളിൽ റിയയുടെ കോൾ വീണ്ടും വന്നു. എടോ, ഒരു മുകുന്ദ്, തനിക്കറിയോ? അയാളുടെ IP അഡ്രസ്സിൽ നിന്ന് ഇത് ലീക്കായിരിക്കുന്നത്. IP മാത്രമല്ല, മുകുന്ദിന്റെ ഇമെയിൽ ഐഡിയിൽ നിന്ന് തന്നെയാ. മഞ്ജരി ഷോക്ക് ഏറ്റതുപോലെ നിന്നു. മുകുന്ദ് അത് ചെയ്യില്ല. അപ്പൊ ഇമെയിൽ ഹാക്ക് ചെയ്തിട്ടുണ്ടാരോ? പക്ഷെ IP അഡ്രസ് മുകുന്ദിന്റെ സിസ്റ്റത്തിൽ നിന്നാണ്. അപ്പോ അതാരാ ചെയ്തിരിക്കുന്നത്? റിയയോട് മറുപടി പറയാതെ മഞ്ജരി കോൾ കട്ട് ചെയ്തു. അവളുടെ നട്ടെലിനിടയിലൂടെ മരവി പരിച്ചു കയറി. ഹോസ്പിറ്റലിൽ OP കഴിഞ്ഞ് മുകുന്ദ് കോഫി കുടിക്കാനായി പുറത്തിറങ്ങി. അപ്പോഴാണ് OPയിൽ വച്ചിരിക്കുന്ന TV സ്ക്രീനിൽ മഞ്ജരിയുടെ മുഖം. ബ്രേക്കിംഗ് ന്യൂസ്. കഥ മോഷണം എന്ന ആരോപണം. മഞ്ജരിയുടെ ഇറങ്ങാനിരിക്കുന്ന നോവലിന്റെ സോഫ്റ്റ് കോപ്പി പുറത്ത്. മുകുന്ദിന് അതൊന്നും വിശ്വസിക്കാനായില്ല. അവൻ മഞ്ജരിയെ വിളിച്ചു. മുകുന്ദേ, ഇപ്പൊ സംസാരിക്കണ്ട. കുറെ കാര്യങ്ങളുണ്ട്. ഫോൺ പോലും ടാപ്പ് ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ കാണാറുള്ള കഫേയില്ലേ, അവിടേക്ക് 4 മണി കഴിയുമ്പോ എത്തുവോ? എത്താം. എടോ, ടെൻഷൻ ആവണ്ട. അവൻ പറഞ്ഞു തീർക്കും മുന്നേ ഫോൺ കട്ടായി. പക്ഷേ വിധി അവർക്കിരുവർക്കും എതിരായിരുന്നു. കാന്റീനിൽ നിന്ന് കോഫി കുടിച്ച് ക്യാബിനിലേക്ക് നടക്കുന്നതിനിടെ മുകുന്ദ്
TV സ്ക്രീനിൽ തന്റെ മുഖവും കണ്ടു. ഒന്നേ അവന് നോക്കാൻ കഴിഞ്ഞുള്ളൂ. ക്യാബിനിലേക്ക് ഓടിക്കയറി അവൻ വാർത്തകൾ പരിശോധിച്ചു. മുകുന്ദും മഞ്ജരിയും പരസ്പരം പുണർന്ന് ചുംബനം കൈമാറുന്ന ഫോട്ടോ. അതാണ് മീഡിയയ്ക്ക് ആഘോഷിക്കാൻ കിട്ടിയത്. അതിനൊപ്പമുള്ള വാർത്തയാണ് മുകുന്ദിനെ ശരിക്കും ഞെട്ടിച്ചത്. നോവൽ ലീക്ക് ചെയ്തത് മുകുന്ദ് മഞ്ജരിയെ ഒഴിവാക്കാനും VIP-യുടെ മകളെ വിവാഹം കഴിക്കാനുമുള്ള മുകുന്ദിന്റെ തന്ത്രമെന്ന് സംശയം. ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് അവൻ ആ നിമിഷം ആഗ്രഹിച്ചു. ശരീരം മുഴുവൻ മരവിച്ച് ഒന്നനങ്ങാൻ പോലും ആവാതെ മുകുന്ദ് അവിടെയിരുന്നു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദമാണ് അവനെ സ്വബോധത്തിലേക്ക് ഉണർത്തിയത്. ആരാണെന്ന് പോലും നോക്കാതെ കോൾ എടുത്ത മുകുന്ദ് അപ്പുറത്ത് അമ്മയുടെ ശബ്ദം കേട്ടു. "ഇപ്പൊ എന്തായി? എത്ര വട്ടം പറഞ്ഞതാ ആ പെണ്ണിന്റെ കൂട്ടത്തിൽ കൂടരുതെന്ന്? എല്ലാം നശിച്ചു. കുടുംബത്തിന്റെ മാനം നീയായിട്ട് ഇല്ലാതാക്കി." "അമ്മേ, എന്റെ അവസ്ഥ വളരെ മോശമാ. പിന്നീട് സംസാരിക്കാം." "ഇനി എന്ത് സംസാരിക്കാനാ? ഇനിയെങ്കിലും അവളെ വിട്ടിട്ട് വരാൻ നോക്ക്." മുകുന്ദ് മറുപടിയൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു. മഞ്ജരിയുടെ ഫോണിൽ വിളിച്ചപ്പോൾ അത് സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. മുകുന്ദ് അധികം വൈകാതെ അവർ സ്ഥിരം കാണാറുള്ള കഫേയിലേക്ക് തിരിച്ചു. മഞ്ജരിയും 4 മണിക്ക് തന്നെ അവിടേക്കെത്തി. "ഞാൻ ഫോൺ ഓഫ് ചെയ്തിരിക്കുക. ചാനലിൽ നിന്നും പത്രത്തിൽ നിന്നൊക്കെ വിളിയോട് വിളിയാ. എനിക്ക് ആരോടും സംസാരിക്കാനില്ല." "നീ എന്നെ സംശയിക്കുന്നുണ്ടോ മഞ്ജരി?" മഞ്ജരി മുകുന്ദനെ നോക്കി വിഷാദത്തോടെ ചിരിച്ചു. "എങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നോ മുകുന്ദേ? ഇത് എന്തോ വലിയ പ്ലാനാ. നമ്മളെ ട്രാപ്പ് ചെയ്തതാ. ഇതൊക്കെ ആര് ചെയ്യാനാ? അമ്മയും ആദിത്യനും?" "അമ്മ അതൊന്നും ചെയ്യില്ലടോ. എന്നെ ഉപദ്രവിക്കുന്നത് അമ്മയ്ക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ആദിത്യ, അവനെ എനിക്ക് സംശയം. ആ ഫോട്ടോ അത് അവനെടുപ്പിച്ചതാവാനാ വഴി. പക്ഷെ എന്റെ മെയിലിൽ നിന്ന് നിന്റെ നോവൽ ലീക്ക് ചെയ്തതും അവനാണെന്ന് തന്നെ വെച്ചോ. അതെങ്ങനെ അവന്റെ കയ്യിലേക്ക് കിട്ടി? അപ്പൊ ഈ കളിയിൽ വേറെ ആരൊക്കെയോ കൂടി ഉണ്ടടോ. നമ്മളോട് ക്ലോസ് ആയവര് തന്നെ. സത്യത്തിൽ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നം അനുഭവിക്കുന്ന ഞാൻ കരുതിയതേയില്ല. ഞാനും എന്റെ ഫാമിലിയും ജീവിതവും കരിയറും എല്ലാം പ്രശ്നത്തില. നിങ്ങളുടെ മാത്രമാണോ? എന്റെയും. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല മഞ്ജരി. പക്ഷെ ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. എനിക്കും ഐ ലവ് യു. പക്ഷേ..." മുകുന്ദ് മുഴുമിപ്പിക്കും മുന്നേ അവരുടെ അടുത്തേക്ക് ഒരാൾ നടന്നു വന്നു. "ഓ, അപ്പൊ ഇതാണ് ലവ് ബേർഡ്സിന്റെ രഹസ്യ സ്ഥലം." ശബ്ദം കേട്ട് മഞ്ജരി ഞെട്ടിത്തിരിഞ്ഞു. "ചേച്ചി എന്തിനാ എന്നിങ്ങനെ ഫോളോ ചെയ്യുന്നേ?" അവളുടെ ചോദ്യം കേട്ടപ്പോൾ മുകുന്ദിന് അതാരാണെന്ന് മനസ്സിലായി. "എടി, നിനക്കൊരു പ്രശ്നം വന്നാ ഇവനെല്ലാം ഇട്ടിട്ട് പോകും. ഞാനേ അപ്പോഴും ഉണ്ടാവുള്ളൂ. എനിക്ക് പ്രശ്നവുമില്ല, ആരുടെയും സഹായവും വേണ്ട. ചേച്ചി ചെല്ല്. ഇതെല്ലാം പരിഹരിക്കാൻ നിന്നെ ഞാൻ സഹായിക്കാം. വീണ്ടും പറയുന്നു, എന്നെ എപ്പോ വേണമെങ്കിലും നിനക്ക് വിളിക്കാം. എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ ചേച്ചി ഒന്നും ചെയ്യില്ലെന്നറിയാം. എന്താ ചേച്ചിക്ക് വേണ്ടത്?" ഗൂഢച്ചിരി ചിരിച്ച് ലേഖ നടന്നകന്നു. മഞ്ജരിക്ക് ലേഖയിൽ സംശയം കടുത്തു. കഫേയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഞ്ജരിയും മുകുന്ദും ഒന്നും സംസാരിച്ചില്ല. പരസ്പരം നോക്കി തലയാട്ടി അവർ നടന്നകന്നു. പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിലും വിശ്വാസമുണ്ടെങ്കിലും എന്തൊക്കെയോ തങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് അവർ തിരിച്ചറിഞ്ഞു. മുകുന്ദ് കഫേയിൽ നിന്ന് നേരെ പോയത് ആദിത്യയുടെ ഓഫീസിലേക്കാണ്. അവനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ആദിത്യ ചിരിച്ചു. "ബ്രോ, കം. സർപ്രൈസ് ആണല്ലോ. നീയാ ഇതെല്ലാം ചെയ്തതല്ലേ?" "ബ്രോ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ?" "എനിക്കറിയാം. ഫോട്ടോ ലീക്ക് എല്ലാത്തിനും നീയുണ്ട്." ആദിത്യ പൊട്ടിച്ചിരിച്ചു. "ബ്രോ നോർമൽ അല്ലെന്ന് തോന്നുന്നു. എല്ലാ പ്രശ്നങ്ങളും കൂടി ഒന്നിച്ചു വന്നിട്ടാ. സാരമില്ല, ശരിയായിക്കോളും." മുകുന്ദിന്റെ നിയന്ത്രണം വിട്ടു. അവൻ ആദിത്യയുടെ കോളറിന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. "സത്യം പറാതി, നീയല്ലേ ഇതിനെല്ലാം പിന്നിൽ?" "ബ്രോ, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഒറ്റൊരാളാണ് ഇതിനെല്ലാം പിന്നിലെന്നാണോ? നെവർ. ഇതൊരു ബിഗ് ഗെയിമാണ്. കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ? അല്ലെങ്കിലും ബ്രോയ്ക്ക് എല്ലാത്തിനും എന്നെ കുറ്റക്കാരനാക്കാൻ എടുക്ക. വിട് ബ്രോ, എനിക്ക് മീറ്റിംഗ് ഉള്ളതാ. അതിന് പിന്നിൽ ആരാണെന്നറിഞ്ഞാ..." "അല്ല വേണ്ട, സസ്പെൻസ് അല്ല എന്തിനാ പൊളിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞ ആരാണ് ബ്രോയുടെ കൂടെ ഉണ്ടാവുക എന്നൊക്കെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടിക്കോ. പോട്ടെ." ക്യാബിനിൽ നിന്ന് ആദിത്യ പുറത്തേക്കിറങ്ങി. അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഷോക്ക്ഡായി നിൽക്കുകയാണ് മുകുന്ദ്. എന്താണ് ആദിത്യ പറഞ്ഞതിന്റെ അർത്ഥം? ഗെയിം? ആരൊക്കെയോ അതിന് പിന്നിലുണ്ടെന്നോ? അതാരൊക്കെയാ? അവന് ശരീരം തളരുന്നതുപോലെ തോന്നി.
അതൊരു ട്വിസ്റ്റായിരുന്നു. ചതിയുടെ, കുടുംബരഹസ്യങ്ങളുടെ, ചതിയുടെ പുതിയ അധ്യായങ്ങളിലേക്കുള്ള ട്വിസ്റ്റ്. അവിടെ മുതൽ കഥ മാറും. കഥാപാത്രങ്ങളുടെ നിറം മാറും. മേനോൻ കുടുംബം, അത് മുകുന്ദ് ഇതുവരെ കണ്ടതായിരിക്കില്ല. ഇനി മുകുന്ദും മഞ്ജരിയും എന്തൊക്കെയാണ് എതിരിടേണ്ടി വരിക? മഞ്ജരിയുടെ ഫോണിലേക്ക് 2 ദിവസമായി വിളിക്കുന്നുണ്ടെങ്കിലും അത് ഓഫായിരുന്നു. വീട്ടിലേക്ക് പോയി നോക്കണമെന്ന് മുകുന്ദിന് തോന്നിയെങ്കിലും അവനത് മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചു. ഹോസ്പിറ്റലിൽ അവനെക്കുറിച്ച് പല റൂമറുകളും ഉയർന്നു. ജീവിതത്തിൽ ഇന്നേവരെ അഭിമുഖീകരിക്കാത്ത പ്രശ്നങ്ങൾക്കിടയിൽ അവന് കൃത്യമായി ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നതും സത്യമായിരുന്നു. പലപ്പോഴും സർജറികൾക്കിടയിൽ പോലും ശ്രദ്ധ നഷ്ടപ്പെടുന്ന മുകുന്ദിനെ കണ്ട് സഹപ്രവർത്തകർക്കെല്ലാം ആശങ്കയായിരുന്നു. മഞ്ജരിയെ കാണണമെന്നും സംസാരിക്കണമെന്നുമുള്ള തോന്നൽ ശക്തമായി. മുകുന്ദ് അവസാനം അവളുടെ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. മുകുന്ദ് എത്തി ഏറെ നേരം കോളിംഗ് ബെൽ അടിച്ചിട്ടാണ് മഞ്ജരി വാതിൽ തുറന്നത്. അവൾ ആകെ ക്ഷീണിതയായിരുന്നു. ഉറക്കമില്ലായ്മയുടെ ലക്ഷണം കണ്ണുകൾക്ക് ചുറ്റും വ്യക്തമായിരുന്നു. എപ്പോഴും ചിരിക്കുന്ന, തിളങ്ങുന്ന കണ്ണുകളുള്ള മഞ്ജരി അല്ലായിരുന്നു അന്ന് മുകുന്ദിന്റെ മുന്നിൽ നിന്നത്. മഞ്ജരി മുകുന്ദനെ നോക്കി ചിരിച്ചു. മുകുന്ദ് അകത്തേക്ക് കയറിയതും മഞ്ജരി വാതിലടച്ചു. ആളുകളൊക്കെ ഭയങ്കര പ്രശ്ന, കല്ലെറിയലും പുറത്തുനിന്ന് തെറിവിളിയൊക്കെയുണ്ട്. ഇവർക്കൊക്കെ എന്തിന്റെ കേടാന്നറിയില്ല. മുകുന്ദ് വന്നത് കണ്ട അവർക്ക് ചുറ്റും വീശി. നിന്റെ അഡ്രസ് പ്രൂഫ് തന്നേക്ക്. രജിസ്റ്റർ ഓഫീസിൽ നമുക്കെല്ലാം അറേഞ്ച് ചെയ്യാം. എന്റെ ഫ്രണ്ട് മിഥുൻ അഡ്വക്കേറ്റാ, അവൻ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടാം. എന്തു വേണം? യുവർ ചോയ്സ്. ഏയ്, സീരിയസ് ആയണോ മുകുന്ദ്? പിന്നെ തമാശയാണോ? നമ്മളൊന്നിച്ച് ജീവിക്കാൻ പോകുന്നു. എടോ, സത്യമായി എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. മഞ്ജരി മുകുന്ദിനരികിലേക്ക് നടന്നു. അവനോട് ചേർന്ന് നിന്നു. അതിന്റെ കോൺസിക്വൻസസ്, അതിന് ഡോക്ടർ റെഡിയാണല്ലോ അല്ലേ? മുകുന്ദ് ദീർഘശ്വാസം എടുത്തു വിട്ടു. ലെറ്റ്സ് സീ. ഇരുവരുടെയും മുഖത്ത് ചിരി വിരിഞ്ഞു. എന്നാ ഞാൻ നാളെ വരാം. പോയിട്ട് ഒന്ന് നന്നായി ഉറങ്ങണം. നീ ഉറങ്ങ്. എനിക്കിങ്ങനെ ചത്ത് ചതഞ്ഞിരിക്കുന്ന മഞ്ജരിയെ വേണ്ട. ആ കിളി പോയ ലൈനില്ലേ, അത് മതി. മുകുന്ദ് പറഞ്ഞതും മഞ്ജരി കൈ ചുരുട്ടി അവന്റെ നെഞ്ചിൽ കുത്തി. മുകുന്ദ് മഞ്ജരിയോട് യാത്ര പറഞ്ഞിറങ്ങി. ഫ്ളാറ്റിൽ ചെന്ന് വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ അതിന്റെ ലോക്ക് തുറന്ന് ദിസ് കാൻ ബി ട്രൂ. ഞാൻ പറയുന്നത് സത്യമാണ് മഞ്ജു. നിനക്ക് ഈ ഇൻഫർമേഷൻ വേണ്ട വിധം ഉപയോഗിക്കാം. പക്ഷെ മുകുന്ദനെ നീ മറന്നേക്ക്. കൊടുങ്കാറ്റിൽ അകപ്പെട്ടതുപോലെയായിരുന്നു മഞ്ജരിക്ക്. അപ്പോൾ ആരൊക്കെയോ പണിത നുണക്കൊട്ടാരങ്ങളുടെ ഉള്ളിലാണോ താനും മുകുന്ദുമെല്ലാം? അവൾക്ക് തല കറങ്ങി. മുകുന്ദിനോട് ഇത് പറയണോ? അവൾക്കതിനുത്തരം കിട്ടിയില്ല. പിറ്റേന്ന് വൈകിട്ട് മുകുന്ദ് മഞ്ജരിയെ കാണാൻ വീട്ടിലെത്തി. എന്നാൽ മുകുന്ദിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം പോലും അവൾക്ക് തോന്നിയില്ല. സത്യമാണെങ്കിലും കളവാണെങ്കിലും അറിഞ്ഞ കാര്യം മുകുന്ദിനോട് പറയാതിരിക്കുന്നത് മോശമാണ്. പക്ഷേ പറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അവൾ ആകെ കുഴപ്പത്തിലായിരുന്നു. ഓയ് മിസ് മഞ്ജരി. മുകുന്ദ് അവളുടെ മുഖത്തിന് മുന്നിലൂടെ കൈവീശി. ഇതെവിടെയാണ്? ഞാൻ വന്നിട്ട് എത്ര നേരമായി? അപ്പം മുതൽ ഈ നിപ്പാണല്ലോ. ഈ എഴുത്തുകാരെല്ലാം ഇടയ്ക്കിടെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കണോന്ന് നിയമമുണ്ടോ? മഞ്ജരി അവനെ നോക്കി ചിരിച്ചു. ഞാനാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ബാച്ചിലേഴ്സ് പാർട്ടി നടത്താന്ന് കരുതിയാ വന്നത്. ബാച്ചിലേഴ്സ് പാർട്ടിയോ? യെസ്, ദാ കാൻഡിൽസ്, വൈൻ എല്ലാം സെറ്റ്. ബാഗിൽ നിന്ന് മേശപ്പുറത്തേക്ക് വൈനും കാൻഡിലും വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. മുകുന്ദ്, ഇതെന്തൊക്കെയാ ചെയ്യുന്നേ? വാ ഇങ്ങോട്ട്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എത്തും. അവൻ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് ടേബിളിൽ കാൻഡിൽ കത്തിച്ചുവെച്ച് 2 ഗ്ലാസ്സിലേക്ക് വൈൻ പകർന്നു. ഒന്ന് മഞ്ജരിക്ക് നീട്ടി, മറ്റേ ഗ്ലാസ് അവൻ കയ്യിൽ ഉയർത്തിപ്പിടിച്ചു. അപ്പോ ഫോർ ലവ് ആൻഡ് പീസ്. അവൻ പതിയെ വൈൻ നുകർന്നു. മഞ്ജരിയും അവനൊപ്പം ചേർന്നു. ആദ്യമായാണ് അത്രയും നേരം അവരൊന്നിച്ചു ചെലവഴിക്കുന്നത്. അധികമൊന്നും സംസാരിച്ചില്ലെങ്കിലും സാമീപ്യം ഇരുവർക്കും ആശ്വാസമായിരുന്നു. ഭക്ഷണവും കഴിഞ്ഞ് മുകുന്ദ് യാത്ര പറഞ്ഞിറങ്ങാനൊരുങ്ങി. മുകുന്ദിന്റെ കയ്യിൽ പിടിച്ചവൾ നിർത്തി. അവൾ എന്തോ പറയാനായി ആഞ്ഞെങ്കിലും അവനത് തടഞ്ഞു. അവളുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. അരക്കെട്ടിലൂടെ കൈ ചുറ്റി കൂടുതൽ ചേർത്ത് നിർത്തി നെറുകയിൽ ചുംബിച്ചു. മഞ്ജരി 2 കൈകളും അവന്റെ പുറകിലേക്ക് ചുറ്റി അവനെ പുണർന്നു. അങ്ങേയറ്റം സ്നേഹസാന്ദ്രമായ നിമിഷങ്ങൾ ഇരുവരും ആവോളം ആസ്വദിച്ചു.
മുകുന്ദിന്റെ ഹൃദയമിടിപ്പും ശ്വാസഗതിയുമേറി. അവൻ മഞ്ജരിയുടെ കവിളിൽ ഉമ്മ വച്ചു. അത് മെല്ലെ കഴുത്തിലേക്ക് നീണ്ടു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ മഞ്ജരി അവനെ തള്ളി മാറ്റി. വേണ്ട മുകുന്ദ്. വാട്ട് ഹാപ്പൻഡ്? ഐ എം സോറി. ശരിക്കും എനിക്ക് മുകുന്ദിനോടൊരു കാര്യം പറയാനുണ്ട്. എന്തു പറ്റിയടോ? ഇന്ന് ലേഖ വിളിച്ചിരുന്നു. അവൾ പറഞ്ഞത് സത്യാണോന്നറിയില്ല. പക്ഷെ അത്... കാര്യം പറ, എന്താ? അത് എന്റെ അച്ഛനും മുകുന്ദിന്റെ അച്ഛനും അവര് പരിചയക്കാരാ. പരിചയമെന്ന് പറഞ്ഞാ അടുത്ത പരിചയക്കാർ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്നതെല്ലാം അതുമായിട്ട് കണക്ട് ചെയ്ത ഇഷ്യൂസ് ആണെന്ന്. വാട്ട് യു മീൻ? അവര് തമ്മിൽ പണ്ടെന്തോ ബന്ധമുണ്ടായി. നോ നോ നോ, അതൊന്നും സത്യമായിരിക്കില്ല. അവളെ മുഴുമിപ്പിക്കാൻ വിടാതെ മുകുന്ദ് പ്രതികരിച്ചു. എടോ, അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം തനിക്കറിയാഞ്ഞിട്ടാ. ഇപ്പൊ എത്ര മാസമായി നമ്മൾ തമ്മിലുള്ള ബന്ധം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് അച്ഛനത് പറഞ്ഞേനെ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത് മുകുന്ദേ. പക്ഷേ അത് സത്യമാണെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞതെല്ലാം നുണയാ. മുകുന്ദ് ആകെ അസ്വസ്ഥനായി. പിന്നെ അവിടെ അധിക നേരം നിൽക്കാതെ അവൻ പുറത്തേക്കിറങ്ങി. താൻ സമാധാനായിട്ടിരിക്കെ, നാളെ കാണാം, ഗുഡ് നൈറ്റ് എന്നു പറഞ്ഞിറങ്ങിയെങ്കിലും സമാധാനം അവനുമില്ലായിരുന്നു. രഹസ്യങ്ങൾ, തന്നെ ചുറ്റിപ്പറ്റി രഹസ്യങ്ങൾ ഉണ്ടാവുമോ? അവൻ സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിലെത്തിയ മുകുന്ദിനെ കാത്തിരുന്നത് അത്ര സുഖകരമായ കാര്യമായിരുന്നില്ല. 1 മാസം മുമ്പ് നടന്ന സർജറിയിൽ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മുകുന്ദിനെ ചോദ്യം ചെയ്യലിന് വിളിച്ചുകൊണ്ടുള്ള മെയിൽ മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. പോസ്റ്റ് സർജറി കെയറിൽ പിഴവുണ്ടായെന്നാണ് പരാതി. ഒരു VIP-യുടെ മകന്റെ സർജറി ആയിരുന്നു. അതിൽ പിഴവുണ്ടായിരുന്നെങ്കിൽ അതന്നേ ചൂണ്ടിക്കാട്ടാമായിരുന്നു എന്ന് മാത്രമല്ല, സർജറി കഴിഞ്ഞയാളോ അയാളുടെ ബന്ധുക്കളോ അല്ല പരാതി നൽകിയിരിക്കുന്നതെന്ന് മെഡിക്കൽ ബോർഡിലെ അംഗത്തിൽ നിന്ന് മുകുന്ദ് മനസ്സിലാക്കി. പിന്നെ ആര്? അവൻ അന്വേഷണം ആരംഭിച്ചു. ആദിത്യ അന്ന് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അംഗമാണ് ആദിത്യയും. മുകുന്ദ് ആദിത്യയുടെ ഓഫീസ് ലക്ഷ്യം വെച്ച് നടന്നു. ആദിത്യ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാം, സമ്മർദ്ദം ഏറിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാനത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കിട്ടേണ്ടത് ഞാൻ തന്നിരിക്കും, ചിലപ്പോ അതിൽ കൂടുതൽ. ഒന്ന് നിർത്തി മറുവശത്തെയാൾ പറയുന്നത് കേട്ട ആദിത്യയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. യെസ്, സമയമാവുമ്പോൾ നമുക്ക് എല്ലാ വിവരങ്ങളും പുറത്തുവിടാം. ഗെയിം കഴിയുമ്പോൾ മുകുന്ദ് മേനോന്റെ കഥയും കഴിഞ്ഞിരിക്കണം. തിരിച്ചുവരാൻ കഴിയാത്ത വിധം മാനസികമായി തകർക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ, നമുക്കെല്ലാം നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം. അവളുടെ കാര്യം പ്രത്യേകം നോക്കണം. ഇത് പറയുന്നതിനിടെ മുകുന്ദ് വാതിൽ തുറന്നകത്തേക്ക് കയറി. ഇത്രയും നേരം അവൻ ആദിത്യയുടെ സംസാരം ശ്രദ്ധിച്ചു വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അവനെ കണ്ടതും ആദിത്യ ഫോൺ കട്ട് ചെയ്തു. ഡോക്ടർ മുകുന്ദ് മേനോൻ, വരൂ. ചോദ്യം ചെയ്യലിന് ഹാജരാവേണ്ട അന്ന് ബോർഡംഗത്തെ സ്വാധീനിക്കാൻ നേരിൽ കാണുന്നത് ശരിയല്ല, പരിഹാസത്തോടെ ആദിത്യ പറഞ്ഞു. ആദി, നീ എന്താ ചെയ്യുന്നത്? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരുന്നു. നമുക്ക് ഈ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. മുകുന്ദിന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. ഇത് കളിയാണെന്നാണോ നിന്റെ വിചാരം? നീ ആളുകളുടെ ജീവിതം വെച്ചാ കളിക്കുന്നത്. എന്റെ മാത്രം കാര്യമല്ല, നീ എല്ലാം നശിപ്പിക്കുക. നമ്മുടെ വീട്ടുകാർ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നേടിയതെല്ലാം. നീ മാത്രം ഒരു സൽപുത്രൻ അല്ലേ? പെർഫെക്റ്റ് സൺ. ബട്ട് ഗസ് വാട്ട്? പെർഫെക്ഷൻ ഇപ്പൊ മാർക്കറ്റില്ല. ആളുകൾക്ക് ഡ്രാമ മതി. അവർക്ക് എപ്പോഴും എന്തേലും പ്രശ്നങ്ങൾ വേണം. ആൻഡ് ഞാനത് അവർക്ക് കൊടുക്കാൻ പോവുക. ആദിത്യ ശബ്ദം താഴ്ത്തി ഇതുകൂടി പറഞ്ഞു. നീ എന്നോട് താങ്ക്സ് പറയണം. റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യുക. മഞ്ജരിയോ അതോ ഇതുവരെ കഷ്ടപ്പെട്ട് നേടിയതെല്ലാമോ? ചോയ്സ് ഈസ് യുവേഴ്സ്. മുകുന്ദന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ ആദിത്യയുടെ അടുത്തേക്ക് നടന്നെടുത്തു. നീയാണ് എല്ലാത്തിന്റെയും പിന്നിലല്ലേ? മീഡിയയ്ക്ക് വിവരങ്ങൾ കൊടുക്കുന്നതും ഇപ്പൊ ബോർഡിന് അൺനോൺ എന്ന പേരിൽ പരാതി കൊടുത്തതും. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ വരുന്നത്. യു ആർ ഗോയിങ് ടു റിഗ്രറ്റ് ദിസ്, ആദിത്യ. മേ ബി, പക്ഷേ ഇന്ന് എന്റെ ദിവസമാ. കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ ആദിത്യ പറഞ്ഞു. വൈകിട്ട് ഫോണിൽ ഓരോന്ന് നോക്കി വെറുതെ ഇരിക്കുകയായിരുന്നു മഞ്ജരി. ഡ്യൂട്ടി കഴിഞ്ഞ് മുകുന്ദ് വരാൻ സാധ്യതയുള്ളതിനാൽ അവൾ ഇന്ന് അവനായി ഭക്ഷണമെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. പെട്ടെന്ന് ഫോണിൽ ഒരു ന്യൂസ് പോർട്ടലിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ അവൾക്ക് ലഭിച്ചു.
അതിൽ മുകുന്ദിന്റെ പേര് കണ്ട് അവൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. മുകുന്ദിന്റെ പ്രസ് മീറ്റ്, വിവാദങ്ങൾക്കും റൂമറുകൾക്കുമുള്ള മുകുന്ദിന്റെ മറുപടി. മഞ്ജരി അമ്പരന്നു. ഇത്തരമൊരു കാര്യം മുകുന്ദ് തന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ എന്നവൾ ഓർത്തു. അതിനോടകം ശസ്ത്രക്രിയയിലെ പിഴവ്, ഡോക്ടർ മുകുന്ദ് മേനോനെതിരെ പരാതി എന്ന വാർത്ത ചാനലുകൾ ഏറ്റെടുത്തിരുന്നു. മഞ്ജരിയുമായുള്ള ബന്ധവും അതിലെ പ്രശ്നങ്ങളും അതിനെ തുടർന്നുണ്ടായ പിഴവുകളുമാണെന്ന മട്ടിലാണ് പല മാധ്യമങ്ങളും വാർത്ത ചിത്രീകരിച്ചിരിക്കുന്നത്. അതെല്ലാം മഞ്ജരി അപ്പോഴാണ് അറിയുന്നത്. അവർ പ്രസ് മീറ്റ് മുഴുവനും പ്ലേ ചെയ്തു. ഡോക്ടർ, ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. പരാതി വ്യാജമാണ്. പരാതിക്കാരന്റെ പേര് വ്യക്തമല്ല. 1 മാസം മുമ്പ് നടന്ന സർജറിയിൽ ആ സമയത്ത് ഒരു പരാതി ഉണ്ടായിരുന്നില്ല. പേഷ്യന്റ് ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നു എന്നാണ് വിവരം. അപ്പൊ എന്തിനായിരിക്കും ഇങ്ങനെ പരാതി നൽകിയിട്ടുണ്ടാവുക? അതെനിക്കറിയില്ല, അന്വേഷിക്കണം. ഓക്കെ, ശരി എന്ന് പറഞ്ഞു പോവാനൊരുങ്ങിയ മുകുന്ദിനോട് മാധ്യമപ്രവർത്തകർ പിന്നെയും ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഡോക്ടർ, അതുപോലെ മഞ്ജരിയുമായുള്ള ബന്ധം, അവരുൾപ്പെട്ടിരിക്കുന്ന വിവാദം, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതെന്റെ പേഴ്സണൽ കാര്യമാണ്. പേഴ്സണൽ എപ്പോഴും പേഴ്സണൽ തന്നെ ആയിരിക്കണമല്ലോ. അതെല്ലാവരുടെയും മുന്നിൽ പറയേണ്ട കാര്യം എനിക്കില്ല. സോറി. അവൾ മുകുന്ദിനെ ഫോൺ ചെയ്തു. മുകുന്ദേ, എന്തിനാ പ്രസ് മീറ്റൊക്കെ വിളിച്ചത്? വേറെ വഴിയില്ലായിരുന്നടോ. ഞാൻ പബ്ലിക്കായിട്ട് എല്ലാം നിഷേധിക്കണമെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെയും ബോർഡ് അംഗങ്ങളുടെയും തീരുമാനമായിരുന്നു. ഇല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വരെ അവർ തീരുമാനിച്ചിരുന്നു. ഹോസ്പിറ്റൽ ക്രെഡിബിലിറ്റിയെയും പേഷ്യൻസിന്റെ വിശ്വാസത്തെയും ബാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞായിരുന്നു സമ്മർദ്ദം. പിന്നെ നിന്നെ അവര് വെറുതെ വിടില്ലാന്ന് തോന്നി. അവരെന്ന് പറഞ്ഞ മുകുന്ദിന്റെ ഫാമിലിയോ? അവരിതിൽ ഇൻവോൾവ് ആയിരുന്നോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായ എന്നോട് പറയാത്തതെന്താ? വെറുതെ നിന്നെയും കൂടെ ഇതിലേക്ക് വലിച്ചിരണ്ടല്ലോ എന്ന് കരുതിയ നിന്നെ ഹേർട്ട് ചെയ്യാൻ എനിക്ക് വയ്യ. ആ സമയമൊക്കെ കഴിഞ്ഞു പോയി മുകുന്ദേ. നിങ്ങൾ ഓൾറെഡി എന്നെ ഇതിലേക്കെല്ലാം വലിച്ചിട്ട് കഴിഞ്ഞു. ഞാനിപ്പോ നിങ്ങളുടെ ഒരു ഭാഗമാണ്. ഇരുവർക്കുമിടയിൽ നിമിഷ നേരത്തേക്ക് നിശബ്ദതയായിരുന്നു. ഒടുവിൽ മുകുന്ദ് പ്രതികരിച്ചു. എന്താണ് സത്യമെന്നൊന്നും എനിക്കറിയില്ല മഞ്ജരി. പക്ഷെ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. പക്ഷേ എനിക്ക് വേറെ ആരെയും നഷ്ടപ്പെടുത്തേം വേണ്ട. അവന്റെ വാക്കുകൾ നിലവിളി പോലെയായിരുന്നു. മുകുന്ദിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ അനുഭവിക്കുന്ന വേദന മഞ്ജരിക്ക് മനസ്സിലാക്കാനായി. ഹോസ്പിറ്റലിൽ തന്റെ ക്യാബിനിൽ മുന്നിലിരിക്കുന്ന ഫയലിലേക്ക് നോക്കി നിർവികാരതയോടെ ഇരിക്കുകയായിരുന്നു മുകുന്ദ്. അവന്റെ മനസ്സിലൂടെ പലതും കടന്നുപോയി. കുടുംബമെന്ന ബാധ്യത ചുമലിലുണ്ട്. പക്ഷെ അവരെക്കുറിച്ചല്ല ഇപ്പോൾ അവന്റെ ചിന്ത. അത് മഞ്ജരിയെക്കുറിച്ചായിരുന്നു. അവന്റെ കരിയറിനെയും ഐഡന്റിറ്റിയെയും കുറിച്ചായിരുന്നു. ഇത്ര കാലം അവൻ ജീവിച്ച നുണകൾ ഇപ്പോൾ അവനെത്തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. തനിക്ക് രക്ഷപ്പെടാനാവുമോ എന്നതല്ല, മഞ്ജരിയെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താനാവുമോ എന്നതായിരുന്നു അവന്റെ ചിന്ത. ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ മുകുന്ദ് ചിന്തകളിൽ നിന്നുണർന്നു. അവൻ ഫോൺ എടുത്തു. HR-ന്റെ മെസ്സേജാണ്. ഡോക്ടർ മേനോൻ, ഇന്ന് മെഡിക്കൽ ബോർഡ് അടിയന്തരമായി ചേരുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള അനോണിമസ് കംപ്ലൈന്റ് ഡിസ്കസ് ചെയ്യും. നിങ്ങളുണ്ടാവണം. മെഡിക്കൽ കരിയറിൽ വാഴ്ത്തലുകൾ മാത്രം കേട്ടിട്ടുള്ള തനിക്ക് ഇത്തരത്തിലൊന്ന് നേരിടേണ്ടി വരുമെന്ന് മുകുന്ദ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ബോർഡ് മീറ്റിംഗ് നടക്കുന്ന കോൺഫറൻസ് റൂമിലേക്ക് മുകുന്ദ് കയറി. പുറത്തുനിന്ന് നോക്കിയാൽ ശാന്തനായി തോന്നുമെങ്കിലും ഉള്ളിൽ സംഘർഷങ്ങളുടെ വേലിയേറ്റമായിരുന്നു. മുതിർന്ന ഡോക്ടർമാരുൾപ്പെടെ എല്ലാവരും മീറ്റിംഗിനെത്തിയിരുന്നു. ബോർഡ് ഹെഡ് ഡോക്ടർ രാഘവനാണ് ആദ്യം സംസാരിച്ചത്. ഡോക്ടർ മേനോൻ, നിങ്ങൾക്കെതിരെ കിട്ടിയ കംപ്ലൈന്റ് ഞങ്ങൾ പരിശോധിച്ചു. അത് വളരെ സീരിയസ് അലിഗേഷൻ ആണല്ലോ. ഞങ്ങൾക്ക് നിങ്ങളുടെ വിശദീകരണം വേണം. മുകുന്ദ് സ്വയം നിയന്ത്രിക്കുന്നതിനായി ദീർഘശ്വാസം എടുത്തുവിട്ടു. അവന്റെ പ്രതികരണത്തിനായി നിശബ്ദമായി എല്ലാവരും കാത്തിരുന്നു. സിറ്റുവേഷന്റെ ഗ്രാവിറ്റി എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാവും ഡോക്ടർ രാഘവൻ. പക്ഷെ ഞാൻ കറക്റ്റ് പ്രൊസീജിയേഴ്സാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. സർജറിക്ക് ശേഷമുണ്ടായ കോംപ്ലിക്കേഷൻ ഞാനോ എന്റെ ടീമോ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുണ്ടായപ്പോൾ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളും ചെയ്തിരുന്നു. ആൻഡ് വാട്ട് അബൌട്ട് ദ റൂമേഴ്സ്? മഞ്ജരി കൃഷ്ണന്റെ കേസിൽ നിങ്ങൾക്ക് പങ്കുണ്ടെന്ന് പറയുന്നത് സത്യമാണോ? അതും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണോ? മുകുന്ദ് മറുപടി തുടരുന്നതിനിടെ ഒരു ബോർഡ് അംഗം ഇടയ്ക്ക് കയറി ചോദിച്ചു. അയാളുടെ ചോദ്യത്തിൽ പരിഹാസം നിറഞ്ഞിരുന്നു. മുറിയാകെ നിശബ്ദമായി. മുകുന്ദിന്റെ മുഖം വലിഞ്ഞു മുറുകി. മാനിപ്പുലേഷൻ എത്രത്തോളം ശക്തമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തന്റെ വ്യക്തിജീവിതം ഇന്നൊരു കാഴ്ചവസ്തു ആയിരിക്കുന്നു. മുകുന്ദ് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ജോലിയിൽ ഞാൻ പേഴ്സണൽ ലൈഫ് മിക്സ് ചെയ്യാറില്ല. പേഷ്യൻസിനാണ് ഞാൻ എന്നും ആദ്യ പരിഗണന നൽകിയിട്ടുള്ളത്. സത്യം എന്താണെന്ന് വെച്ചാൽ എന്റെ കരിയർ തകർക്കാൻ ആരോ മനഃപൂർവ്വം ശ്രമിക്കുകയാണ്.
എന്റെ റെപ്യൂട്ടേഷൻ എനിക്കെതിരെയുള്ള ആയുധമാക്കുകയാണ് അയാൾ. ഇത് കേട്ട് ബോർഡ് അംഗങ്ങൾ പരസ്പരം നോക്കി. അവരടക്കം പറഞ്ഞു. തന്റെ കരിയറിൽ പ്രതിസന്ധികൾ നേരിടാൻ പോവുകയാണെന്ന് മുകുന്ദിന് ഉറപ്പായിരുന്നു. മുകുന്ദ് ഇന്ന് നേരിടാൻ പോകുന്ന കാര്യങ്ങളെ ആലോചിച്ച് ടെൻഷനിലായിരുന്നു മഞ്ജരി. അതിനിടയ്ക്കാണ് ലേഖയുടെ കോൾ വരുന്നത്. ഇനി എന്താ? മഞ്ജരി അതൃപ്തിയോടെ ചോദിച്ചു. അഗാധ പ്രണയത്തിലായിരിക്കുമല്ലേ? എല്ലാം അണ്ടർ കൺട്രോളിലാക്കുമെന്നായിരിക്കും നിന്റെ ചിന്ത. ബട്ട് ട്രസ്റ്റ് മീ, നീ ഒരു ട്രാപ്പിലേക്കാ പോകുന്നത്. ചേച്ചി ഫോൺ വെക്കുന്നോ അതോ ഞാൻ വെക്കണോ? ലേഖ ക്രൂരമായി ചിരിച്ചു. അല്ലെങ്കിൽ നീ എന്നാ എന്തെങ്കിലും കേട്ടിട്ടുള്ളത്? കൊടുങ്കാറ്റും പേമാരിയോ വരുന്നത്. ഈ ചിന്ന റൊമാൻസ് കൊണ്ട് അതിനെ നേരിടാൻ പറ്റുമെന്നല്ലേ കരുതുന്നത്? ശരി, അങ്ങനെ ആയിക്കോട്ടെ. നീ നോക്കിക്കോ, രണ്ടാളും മുങ്ങിത്താഴും. മുകുന്ദ് ഇപ്പൊ തന്നെ മുങ്ങാൻ തുടങ്ങി. മഞ്ജരി ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്ത് കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു. വൈകിട്ട് 4 മണിയോടെ മുകുന്ദ് മഞ്ജരിയെ കാണാനെത്തി. എന്തായി മുകുന്ദേ? അറിയില്ല, നോക്കാം. ഇന്നലെ പ്രസ് മീറ്റ് അറിയിക്കാത്തതിൽ ദേഷ്യത്തിലായിരിക്കുമല്ലേ? ഏയ്, ദേഷ്യമൊന്നുമല്ല. എന്നെ കുറെ കൂടെ ട്രസ്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു മുകുന്ദ്. നമ്മൾ വേറെ വേറെയല്ല. തൽക്കാലം നമുക്ക് നമ്മളേ ഉള്ളൂ. എല്ലാം നഷ്ടപ്പെടുന്നതിന്റെ വക്കില നമ്മള്. ഞാനോ ഫാമിലിയോ ഏതെങ്കിലും ചൂസ് ചെയ്തേ പറ്റൂ. ഒരെണ്ണത്തിനെ സ്കോപ്പുള്ളൂ. അറിയാടോ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാധവി വിളിച്ചു. മുകുന്ദ് ഫോൺ എടുത്ത് സ്പീക്കറിലിട്ടു. മുകുന്ദ്, അധികമൊന്നും എനിക്ക് പറയാനില്ല. ഫൈനൽ ഡിസിഷൻ വേണം. ഞങ്ങളെയാണോ നിനക്ക് വേണ്ടത് അതോ ആ പെണ്ണിനെയാണോ? തീരുമാനം വൈകാതെ അറിയിക്കണം. മുകുന്ദ് അധികം കേൾക്കാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു. അവനൊരു തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാര്യത്തിൽ അവനിപ്പോൾ ഒരു സംശയവുമില്ല. മഞ്ജരിയും അമ്മയും ചോദിച്ച ഒരേ ചോദ്യം, അതിനുള്ള മറുപടി ടൈപ്പ് ചെയ്ത് അവൻ 2 പേർക്കും അയച്ചു. മഞ്ജരി, ദാറ്റ്സ് മൈ ഫൈനൽ ഡിസിഷൻ. അവന് മുന്നിൽ നിന്നിരുന്ന മഞ്ജരി മുകുന്ദിന്റെ മെസ്സേജ് ഫോണിൽ വന്നത് കണ്ട് അമ്പരന്നു. അവൾ അത് തുറന്നു നോക്കി. മുഖത്ത് സന്തോഷവും ചിരിയും നിറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ ഓടിപ്പോയി മുകുന്ദിനെ കെട്ടിപ്പിടിച്ചു. ഇനിയൊരു തിരിച്ചുപോക്കില്ലടോ. ഇരുട്ടിലൂടെയാ നമുക്കൊന്നിച്ചു നടക്കേണ്ടത്. ലേഖ പറഞ്ഞ കൊടുങ്കാറ്റിൽ നിന്ന് സർവൈവയോ അതോ അതിൽപ്പെട്ട് തീരുവോന്നറിയില്ല. എന്തായാലും അതൊന്നിച്ചു തന്നെ. മുകുന്ദ് മഞ്ജരിയെ ചേർത്ത് നിർത്തി മെല്ലെ പറഞ്ഞു. പക്ഷേ മുകുന്ദിന്റെ തീരുമാനം, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇനി എന്തായിരിക്കും? മാധവി എങ്ങനെ അതിനോട് പ്രതികരിക്കും?